afternoon, everyone. Just a moment. Okay. So, can we begin? Sorry for the delay. ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. I'm just trying to resolve. അപ്പോൾ ഓഡിയോ കണക്ഷൻ ഒന്ന് കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. പടക്കച്ചൊന്നൊന്ന് മിസ്സാവുന്നുണ്ടായിരുന്നു. സോ ഞാനതൊന്നും കൂടെ ഒന്ന് കണക്ട് ചെയ്യായിരുന്നു. അതാണ് ഈ ടൈം എടുത്തത്. I hope you don't mind. So in the last class, we were discussing the topic revenue recognition. So പല ടൈപ്പ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് different situations we have went through, right? Then there is right of sale, when it is a consignment basis, when it is a long-term contract. അതായിരുന്നു നമ്മൾ അവസാനമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്ന ടോപ്പിക്. And this long-term contract, we discussed about two methods, on the time and over the time. Yeah, point in time and over time. These are the two methods. So അത് നമ്മൾക്ക് complete ചെയ്യാൻ ബാക്കിയുണ്ട്. And after that, the next topic is expense recognition. So we will move on to the next topic. Okay, so let me just take this for you, just a moment. Okay. Questions ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? So when you, I hope നമ്മുടെ തിയറി പോർഷൻ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസിലോട്ട് പോകാന്നാണ് പറഞ്ഞത്. സോ നിങ്ങൾ അറ്റ് ദ സെയിം ടൈം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇസ് ഇറ്റ് ഓക്കെ ഫോർ യു? നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യന് ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഇടയ്ക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, കുറച്ച് ഡൗട്ട്സ് വരും. സോ ഡോണ്ട് വറി, വി വിൽ ബി ഡിസ്കസിങ് ദ ക്വസ്റ്റ്യൻസ് ലേറ്റർ ഓൺ. അപ്പോൾ അത് നമുക്ക് അവിടെ കൺഫ്യൂഷൻസ് തീർക്കാം. യെസ്, കൺഫ്യൂഷൻസ് ആൻഡ് ഡൗട്ട്സ് ആർ വെരി നെസസറി, ബിക്കോസ് അത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു, നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോഴാണല്ലോ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഇറ്റ് ഇസ് ഓക്കെ. Okay. So we have learned about various criteria that a contract must meet in order to be recognized as an overtime or point in time. അല്ലെ, overtime ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം? എനി കോൺട്രാക്ട് അതർ ദാൻ ദിസ് ഓവർടൈം അല്ലാത്ത മറ്റെല്ലാ അതിലൊരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാത്ത കോൺട്രാക്റ്റിനെ നമ്മൾ പോയിന്റ് ഇൻ ടൈം ആയിട്ടാണ് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവുക.
Yeah. So I hope you could be the document കാണാൻ പറ്റുന്നില്ലേ? Yeah. So point in time recognition. So we went through various criteria. അല്ലേ? Criteria പഠിക്കേണ്ടതല്ല, but ഓവർ ടൈം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട് കുറച്ച് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ക്രൈറ്റീരിയ വാട്ട് ആർ ദേ? Yeah, one of the criteria simultaneously receives and consumes the benefits. Performance obligation satisfy ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന്റെ ബെനിഫിറ്റ് റിസീവ് ചെയ്യുന്നുണ്ട്, കൺസ്യൂം ചെയ്യുന്നുണ്ട്. ആൻഡ് വർക്ക് ഇൻ പ്രോസസ്, വർക്ക് നടന്നുകൊണ്ടിരിക്കലേ ദ കസ്റ്റമർ ഇസ് ഹാവിംഗ് കൺട്രോൾ ഓഫ് ദാറ്റ് അസെറ്റ്. ആ ഒരു അസെറ്റിൽ അല്ലെങ്കിൽ ആ കാര്യത്തിൽ കൺട്രോൾ കിട്ടും. നെക്സ്റ്റ്, ഓക്കെ, വെൻ ദ പെർഫോമൻസ് ഒബ്ലിഗേഷൻ, ആ ഒരു പെർഫോമൻസ് ഒബ്ലിഗേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇപ്പോൾ കസ്റ്റമറെ ഞാൻ ടെർമിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എൻ അസെറ്റ് ദാറ്റ് ഈസ് ഓഫ് എ ഓൾട്ടർനേറ്റ് യൂസ് ടു ദി കമ്പനി. കമ്പനിക്ക് മറ്റെന്തെങ്കിലും യൂസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അസെറ്റ് ക്രിയേറ്റ് ആകുന്നില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ. സോ ദീസ് ആർ ദ 3 ക്രൈറ്റീരിയസ് ദാറ്റ് യു ഹാവ് ടു മീറ്റ്, or any of the criteria. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി കുഡ് ക്ലാസിഫൈ ദാറ്റ് കോൺട്രാക്ട് ആസ് ഓവർ ടൈം. ഓവർ ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മീൻസ് റവന്യൂ ആൻഡ് ദ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഒക്കെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഓവർ ടൈം ആണ്. ആ ഒരു കോൺട്രാക്ടിന്റെ പീരീഡിലോട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാണ് ചെയ്യുന്നത്. പോയിന്റ് ഇൻ ടൈം എന്താ? ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മാത്രമേ നമ്മൾ അതിന് റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളൂ. സോ ലെറ്റ്സ് കം ദ പോയിന്റ് ഇൻ ടൈം റെക്കഗ്നിഷൻ. പോയിന്റ് ഇൻ ടൈം റെക്കഗ്നിഷൻ നമ്മൾ എന്താണ് പറയുന്നുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. സോ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ 3 ക്രൈറ്റീരിയാസ് ഒന്നും മീറ്റ് ചെയ്യാത്ത കോൺട്രാക്ട്, എനി ഓഫ് ദി ക്രൈറ്റീരിയ, if a contract does not meet any one of the above mentioned criteria, that contract could be recognized as point in time contract. സോ ആ കോൺട്രാക്റ്റിൻ്റെതായിട്ടുള്ള റവന്യൂസ് ആയാലും ആ കോൺട്രാക്റ്റിന്റെ കോസ്റ്റ് ആയാലും ഗ്രോസ് പ്രോഫിറ്റ് ആയാലും നമ്മൾ എപ്പോഴേ റെക്കഗ്നൈസ് ചെയ്യുള്ളൂ? ഓൺലി വെൻ ദ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഇസ് ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ, ഒബ്ലിഗേഷൻ ഫുള്ളി കംപ്ലീറ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ ആ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ മാത്രമേ നമ്മൾ അതിൻ്റെ റവന്യൂ കോസ്റ്റ് അല്ലാതെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളൂ. ഓ വെൻ ദ കസ്റ്റമർ ഒബ്റ്റെയിൻസ് കൺട്രോൾ ഓഫ് ദി അസെറ്റ്. ഇപ്പോൾ ഒരു സപ്പോസ് കൺസ്ട്രക്ഷൻസ് ലൈക്ക് അസെറ്റ് ഹോംസ് പോലെ, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് പോലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ആണെന്ന് കരുതുക. സോ മൈ മെയിൻ ബിസിനസ് ഈസ് ടു കൺസ്ട്രക്ട് ബിൽഡിങ്സ്, ഹൗസസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുക. സോ അപ്പോൾ ഞാനൊരു പ്ലോട്ടൊക്കെ മേടിച്ചിട്ട് ആ പ്ലോട്ടിൽ കുറേ വില്ലാസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ കുറച്ച് ഡിസൈൻസ് ഒക്കെ അനുസരിച്ച് വില്ലാസ് ഉണ്ട്, ആൻഡ് ദ വില്ലാസ് ഇസ് ഫോർ സെയിൽ. സോ കസ്റ്റമേഴ്സ് മേ അപ്രോച്ചസ് ആൻഡ് കുറച്ച് വില്ല, ഒരു 10 വില്ല ഉണ്ട്, അതിൽ കസ്റ്റമർക്ക് ഈ ഒരു പർട്ടിക്കുലർ വില്ല ഇഷ്ടമായി. സോ വാട്ട് ഇസ് ദിറ്റ്? അതിന്റെ കൺസ്ട്രക്ഷൻ നമ്മളിപ്പോൾ ഒരു ദിവസം കൊണ്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ് ടേക്ക് സഫിഷ്യൻറ്റ് ടൈം, അല്ലെങ്കിൽ 1.5 years ഒക്കെ നമ്മൾക്ക് എടുത്തിട്ടായിരിക്കും അത് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക, ഫുള്ളി ഫോമിലോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. ആ സമയത്ത് നമ്മൾക്ക് അതിന്റെ റവന്യൂ, കോസ്റ്റും ഗ്രോസ് പ്രോഫിറ്റ് ഒന്നും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. വെൻ യു മേക്ക് ദ സെയിൽ അറ്റ് ദ പോയിന്റ് ഇറ്റ് സെൽഫ്, ഞാൻ ഇന്ന് പൈസ കൊടുത്തു, നാളെ രജിസ്റ്റർ ചെയ്തു, ആ വില്ല എൻ്റെ സ്വന്തമായി, ഐ പെയ്ഡ് ദ മണി ഓഫ് കോഴ്സ്, സോ ഐ ബോട്ട് ദാറ്റ് വില്ല. സോ ആ ഒരു അസെറ്റ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് റിക്വയർ സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ടൈം, ഈവൻ ദോ ദാറ്റ് കോൺട്രാക്ട് ഈസ് എ പോയിന്റ് ഇൻ ടൈം കോൺട്രാക്ട്, ബിക്കോസ് ഞാനൊരു ഫുള്ളി ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ അസെറ്റിന്റെ ഫുൾ കൺട്രോളും ആർക്ക് കൊടുക്കുകയാണ്? ഈ കസ്റ്റമർക്ക് കൊടുക്കുകയാണ്. സോ ദി കസ്റ്റമർ ഈസ് ഒബ്റ്റെയിനിങ് ദി കൺട്രോൾ ഓവർ ദി അസെറ്റ് വെൻ ദ സെയിൽ ഈസ് ബീങ് മെയ്ഡ്. സോ ദാറ്റ് അതിന് നമ്മൾ പോയിന്റ് ഇൻ ടൈം റെക്കഗ്നേഷൻ എന്ന് പറയുന്നു. സോ ആ ഒരു കോൺട്രാക്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ റവന്യൂ, അതിന്റെ കോസ്റ്റും ഗ്രോസ് പ്രോഫിറ്റും ഒക്കെ നമ്മൾ അപ്പം മാത്രമേ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ എന്താണ് ഇവിടുത്തെ ഗ്രോസ്? വാട്ട് ഈസ് ദ ഗ്രോസ് പ്രോഫിറ്റ് ഇൻ എ സെയിൽ ട്രാൻസാക്ഷൻ? പ്രൈസ് മൈനസ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ? സോ ഹിയർ സെയിൽ പ്രൈസ് എന്താ? കസ്റ്റമറിൽ നിന്ന് മേടിക്കുന്ന പ്രൈസ്, കോൺട്രാക്ട് പ്രൈസ്. What is the cost of goods sold? The cost that we have incurred in completing that particular project. So from that contract price, we have to deduct all the costs that we have incurred. What we get is the gross profit. So ഇനി ഒരു കോൺട്രാക്റ്റിന്റെ സമയത്ത് നമ്മൾ ലോസ് പ്രൊജക്ട് ചെയ്യാണ്. സോ ഗ്രോസ് പ്രോഫിറ്റ് മാത്രമല്ല, ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ആകുമ്പോൾ there is റിസ്ക് അവിടെ ഉണ്ട്. കാരണം എന്താ, എപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ഇൻപുട്സിന്റെ വില കൂടുന്നു, എന്തെങ്കിലും ഒരു സ്ട്രൈക്ക് വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ഇൻപുട്സിന്റെ ഒക്കെ വില കൂടും. ഇപ്പോൾ സ്റ്റീൽ ആയിക്കോട്ടെ, സ്റ്റീൽ ഇൻഡസ്ട്രീനെ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ്
അതിന്റെ വില കൂടും. പിന്നെ സിമെന്റ് ആയിക്കോട്ടെ ആൻഡ് സാൻഡ് ആയിക്കോട്ടെ, ഗവൺമെന്റ് റെഗുലേഷൻ വന്നു. സാൻഡ് വാരുന്നതൊക്കെ പുഴകളിൽ നിന്ന് മണൽ വാരുന്നതൊക്കെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവുകളൊക്കെ വന്നപ്പോൾ വാട്ട് ഹാപ്പൻഡ്, മണലിന്റെ വില കൂടി. പിന്നെ ആളുകൾ എം സാൻഡ് മറ്റു മിനറൽ സാൻഡ്സിലോട്ടൊക്കെ പോയി. സോ അങ്ങനെയൊക്കെ അതിന്റെ ഇൻപുട്സിന്റെ വില കൂടാം. റൈറ്റ്, ഇൻപുട്സിന്റെ വില കൂടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത കോസ്റ്റിനെക്കാട്ടിയും കൂടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ വി മേ പ്രൊജക്ട് എ ലോസ്, ആ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് ലോസ് ഉണ്ടായിരിക്കാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊജക്ട് ചെയ്യുന്ന ലോസും ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. സോ ദാറ്റ് നമ്മൾ നമ്മുടെ കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ പ്രകാരം ഇഫ് is any anticipated loss ഒക്കെ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ we could provide a provision for the loss, or we could provide for നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് ആ ലോസിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ചേശ്ശെ മാറ്റി വെക്കാം. അതേപോലെ തന്നെ ഇൻ ടൈപ്പ് ഓഫ് ആസ് എ ലോങ് ടേം കോൺട്രാക്ട്സ് there is a risk. As the period of this contract increases, there is a risk. So if you are projecting any loss on this contract, you could recognize that loss immediately. ആ ഒരു പ്രിൻസിപ്പിളിനെ പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ലോസ് കണ്ടിൻജൻസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ വരെ. എന്തോ ഇസ് ദ പോയിന്റ് ക്ലിയർ ടു യു? ഓക്കെ, yeah, here comes. This box is very important to you. ഈ ഒരു ബോക്സ് നമ്മൾ പഠിക്കണം. Recognition of losses. Yeah. So we know that there may be ഒരു കോൺട്രാക്റ്റിൽ നിന്ന് there may be loss or there may be profit. Loss ഉണ്ടായിരിക്കാം, profit ഉണ്ടായിരിക്കാം, depends. If it is a long term contract, as I said earlier, there is uncertainties everywhere. So we may incur loss or we may have gross profit. Okay. So how to recognize this loss? First of all, we have to determine what is the loss. Loss എത്രയാണ് നമ്മൾ കണ്ടെത്തണം. So എന്തായിരിക്കും loss? From the contract price. അതാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. കോൺട്രാക്ട് പ്രൈസ് തന്നെയാണ് ഈ സെല്ലിംഗ് പ്രൈസ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ടാവുക. കോൺട്രാക്ട് പ്രൈസ് മൈനസ് ദ കോസ്റ്റ് ഇൻകേർഡ് ടു ഡേറ്റ്. സോ ഇൻ പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു 2 വർഷത്തെ ഒരു കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ് ആണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. സോ ഇതുവരെ ഇപ്പൊ ഒരു 1.5 years ആയെന്ന് കരുതുക. സോ പോട്ടെ, 1 വർഷം കഴിഞ്ഞു എന്ന് കരുതുക. ഫ്രം ദ കോൺട്രാക്ട് പ്രൈസ് ഐ മേ ഇൻകർ സം കോസ്റ്റ്. ഈ 1 വർഷ കാലഘട്ടത്തിൽ കുറച്ച് കോസ്റ്റ് ഞാൻ ഇൻകർ ആയിട്ടുണ്ടാവും. ഡിഡക്ട് ദാറ്റ്. ആൻഡ് ദർ ഈസ് യെറ്റ് അനദർ 1 year ടു കംപ്ലീറ്റ്. അല്ലേ, ആ കോൺട്രാക്ട് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് 1 വർഷം കൂടെ ബാക്കിയുണ്ട്. സോ വി മേ എസ്റ്റിമേറ്റ് സം കോസ്റ്റ് ഫോർ ദിസ് ഫ്യൂച്ചർ. ഈ ഒരു വർഷത്തേക്ക് നമ്മൾ കുറച്ച് കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടാകാം. സോ ഡിഡക്ട് ദാറ്റ്, വി ഗെറ്റ് ദി എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ദ പ്രൊജക്ട്. So what is it? Contract price from the cost incurred to date. ഇതുവരെ നമ്മൾ ഇൻകർ ചെയ്ത കോസ്റ്റ് അല്ലെങ്കിൽ ഇനി പീരീഡ് ഉണ്ട് കംപ്ലീറ്റ് ആകാനുണ്ടെങ്കിൽ കോസ്റ്റ് എസ്റ്റിമേറ്റ് ടു ബി ഇൻകേർഡ് ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന കോസ്റ്റ് കൂടി ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ഗെറ്റ് ദി എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഓർ ഈദർ ലോസ്. സോ ലെറ്റ് മീ ഗിവ് യു an example. Yeah. Suppose I entered into a contract with a customer to construct a building. ഒരു ബിൽഡിംഗ് the contract is for 1 million. So for 3 years. So I have completed 2 years. 2 years complete ആയിട്ടുണ്ട്. 2 year ഒരു കോൺട്രാക്റ്റ് ആണ്. 1 million ഒക്കെ പറ്റില്ലല്ലേ, ഒരു 10 million ആക്കാം, വേണ്ട 100 million ആക്കാം. 3 വർഷത്തെ കോൺട്രാക്ട് അല്ലേ. സോ 2 years ഇതുവരെ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 1 വർഷം കൂടി ഉണ്ട് കോൺട്രാക്ട് കംപ്ലീറ്റ് ആകാൻ. സോ കോസ്റ്റ് ഇൻകേർഡ് ടിൽ ഡേറ്റ്, ഇന്ന് വരെ, അതായത് ഈ 2 വർഷം കഴിഞ്ഞു അതുവരെ ദ കോസ്റ്റ് ഇൻകേർഡ്, ഐ ഹാവ് ഇൻകേർഡ് എ കോസ്റ്റ് ഓഫ് വാട്ട് $30 million and estimated cost to complete. ഇനി കുറച്ച് കോസ്റ്റ് കൂടെ ഉണ്ടല്ലോ, 1 വർഷം ഉണ്ടല്ലോ. 1 വർഷത്തേക്ക് ഞാൻ എസ്റ്റിമേറ്റ് ചെയ്യാണ് ഐ കുഡ് ഇൻകർ അനദർ 40 lakh. ഇവിടെ ഒരു 30 വേണ്ട, നമുക്കൊരു 40 ആക്കാം. യാ, 40 and 35. ഇത്രയാണ് എനിക്ക് ഇനി വരാനുള്ളത്. സോ വാട്ട് വുഡ് ബി ദി എസ്റ്റിമേറ്റഡ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ലോസ്? എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എന്തായിരിക്കും? What is estimated profit or loss? It would be from this 100 million, I had to deduct the cost incurred till date. What is $40 million? 40 million ഇതുവരെയായിട്ട് എനിക്ക് ഇൻകർ ആയിട്ടുണ്ട്. ഇനി 1 വർഷം കൂടെ ബാക്കിയുണ്ട്. ആ 1 വർഷത്തേക്ക് എനിക്കൊരു 35 million കൂടെ വരാം.
So actually 100 million minus 40 million, 40 million plus 35 million is 75 million, alle? 75 million. So what is my estimated gross profit? 25 million. ഇനി വിചാരിച്ചോ, ഇതുവരെ എനിക്കൊരു കേട്ടോ കോസ്റ്റ് ഇൻകേർഡ് ടിൽ ഡേറ്റ് ഐ ഹാവ് ഇൻകേർഡ് 70 lakh ഇതുവരെ എനിക്ക് ഇൻകറായി. ഇനി എനിക്കൊരു ഇനി കോസ്റ്റ് കൂടെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 35 lakhും കൂടി ഉണ്ടെന്ന് കരുതുക. വേണ്ട, 40 ആക്കാം. 40 lakh remains to be completed. So what is my estimated profit or loss? 100 lakh minus incurred till date 70 lakh and ഫ്യൂച്ചറിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എത്രയാ? ഒരു 40 lakh കൂടെ. So what is it? ഇനി എത്ര ഉണ്ട്? 70 plus 40 $110 lakh. So what is having? I'm having a gross loss. What is the gross loss? Which is $10 million. Clear ayo? Are you clear with this example? Okay. So that's it. Very simple computation, nothing else. Okay. And in the previous, I have told you that നമ്മൾ gross profit എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ gross profit നമ്മൾ ഈ വർഷത്തേക്ക് എത്ര applicable ആയി ആസ് ഒരു പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ റെക്കഗ്നൈസ് ചെയ്ത് വരും. But if you there is a projected loss, gross loss ആണെന്നുണ്ടെങ്കിൽ we will be recognizing the entire estimated contract loss on the current period. ഗ്രോസ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റിന്റെ ഈ പീരീഡിലോട്ട് അപ്ലിക്കബിൾ ആയത് എന്താണ്, അത് മാത്രമേ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളൂ. ബട്ട് ഇഫ് യു പ്രൊജക്ട് ഗ്രോസ് ലോസ്, ഇവിടെ ഗ്രോസ് ലോസ് ആണ് വന്നെങ്കിൽ ദാറ്റ് എൻറ്റയർ എമൗണ്ട്, അവിടെ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷനും മറ്റു കാര്യങ്ങളും നോക്കൂല, വന്നിട്ടുള്ള ഗ്രോസ് ലോസിന്റെ എൻറ്റയർ എമൗണ്ട് നമ്മൾ അവിടെ റെക്കഗ്നൈസ് ചെയ്യും, ആ ഒരു പീരീഡിൽ തന്നെ റെക്കഗ്നൈസ് ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ. ഇനി no revenue or profit is recognized until the performance obligation is satisfied. So the point in time ആയതിന്റെ പേരിൽ we know that നമ്മൾ ഓവർ ടൈം ആ ഒരു പീരിയോഡിക്കലി ആയിരിക്കില്ല റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവുക. only when the performance obligation is satisfied, ഫുൾ ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്ത് കസ്റ്റമർ കൺട്രോൾ അസറ്റിന്റെ കൺട്രോൾ ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ മാത്രമേ ആ പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. then only we will be recognizing the revenue or profit. However, if there is an estimated ലോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലോസ് ഏത് പീരീഡിലാണോ നമ്മൾക്ക് ഉറപ്പാകുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് അറിയുന്നത് ആ ഒരു പീരീഡിൽ റെക്കഗ്നൈസ് ചെയ്യാം. ഇറ്റ് ഈസ് നോട്ട് നീഡഡ് ദാറ്റ് ടു വെയിറ്റ് ടിൽ ദ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഇസ് സാറ്റിസ്ഫൈഡ്, അല്ലേ? ഇപ്പൊ ഏതെങ്കിലും ഒരു പീരീഡിൽ നമ്മൾക്ക് ലോസ് ഉണ്ടെന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യണ്ട. ഏത് പീരീഡിലാണോ അത് മനസ്സിലാകുന്നത് ആ പീരീഡിൽ തന്നെ ആ ലോസ് നമ്മൾക്ക് റെക്കഗ്നൈസ് ചെയ്യാം. But in case of revenue and profit, you have to wait until the performance obligation is satisfied. This is the main difference in a point in time recognition and over the time recognition. Ini let's go forward with the entries. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് journal entries ഒന്ന് നോക്കാം. recognizing the incurrence of contract cost. നമ്മൾ കോൺട്രാക്റ്റിന്റെ കോസ്റ്റ് ഇൻകർ ചെയ്യുമല്ലോ, ഇൻകർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും മീൻസ് യു ആർ അണ്ടർ പ്രോസസ്, സോ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് കോസ്റ്റ് നമ്മൾ ഇൻകർ ചെയ്യുന്നതിനെ എന്ത് എൻട്രിയാണ് നമ്മൾ ഉണ്ടാവുക? So the cost of construction incurred during the work in process period are debited as they are incurred to contract asset account, construction in process account. The CIP account is used whether the costs are paid for in cash, on account or accrued wages or other type of cost. So എന്ത് കോസ്റ്റ് ആകാം, കോസ്റ്റ് നമ്മൾ ക്യാഷ് ആയിട്ട് പേയ്മെന്റ് നടത്തുന്നതായിരിക്കാം, അല്ലെങ്കിൽ അക്കൗണ്ട്സ് പേയബിൾ പേയ്മെന്റ് നടത്തേണ്ട. അപ്പൊ മെറ്റീരിയൽ എങ്ങനെ പർച്ചേസ് ചെയ്തു, ദർ ഇസ് അക്കൗണ്ട്സ് പേയബിൾ, യു പർച്ചേസ് ഇറ്റ് ഓൺ ക്രെഡിറ്റ്, അക്കൗണ്ട്സ് പേയബിൾ ആയിരിക്കാം. അല്ലെങ്കിൽ വേജസ് ആയിരിക്കാം, സോ ലേബേഴ്സിന് നമ്മൾ കൊടുക്കേണ്ട പേയ്മെന്റ് ആയിരിക്കാം, വേജസ് ആയിരിക്കാം. സോ വാട്ട് എവർ ഇറ്റ് മേ ബി, എന്ത് കോസ്റ്റ് ആണ് ആ കോസ്റ്റിന് നമ്മൾ അവിടെ ക്രെഡിറ്റ് ചെയ്യാന്ന് മാത്രം. എന്തായിട്ടാണ് നോക്കാം. സോ കൺസ്ട്രക്ഷൻ പ്രോസസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്
or accounts payable or accrued wages as appropriate. So construction in process ആണ്. നമ്മൾ വർക്ക് ഇൻ പ്രോസസ്സ് പോലെ ഒരു മാനുഫാക്ചറിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻകർ ചെയ്യുന്ന കോസ്റ്റുകളൊക്കെ നമ്മൾ വർക്ക് ഇൻ പ്രോസസ്സിലോട്ട് പോകും. വെൻ ദ വർക്ക് ഇൻ പ്രോസസ് ഇസ് കംപ്ലീറ്റ് അതിനെ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സിലോട്ട് പ്രൊവൈഡ് ചെയ്യും. So all the costs will get accumulated in the work in process account. Similar to that, when the construction is in the process, every cost that we incurred related to this contract will get accumulated in the construction in process account, similar to the work in process account. So construction in process account, debit to cash. Cash ആയിട്ടായിരിക്കാം നമ്മൾ പേയ്മെന്റ് നടത്തുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അക്കൗണ്ട്സ് പേയബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ അക്രൂഡ് വേജസ് ആയിരിക്കാം. സോ എന്താണ് കോസ്റ്റിന്റെ നേച്ചർ എന്നനുസരിച്ചിട്ട് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കാം. ക്ലിയർ ആയോ? Yeah. So as I told, this construction process account is very similar to the work in process inventory account. നമ്മുടെ ഒരു വർക്ക് ഇൻ പ്രോസസ് ഇൻവെന്ററിയുടെ ഓപ്പറേഷൻ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഈ കൺസ്ട്രക്ഷൻ പ്രോസസ്സിന്റെ ഓപ്പറേഷൻ. പക്ഷെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ഇൻ പ്രോസസ് ചെയ്ത് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സിലോട്ട് പോകും. പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് അത് പിന്നെ എന്താ പറയുക കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലോട്ട് പോകും. ഇങ്ങനെ ആയിരിക്കുമല്ലോ വരുന്നുണ്ടാവുക. ബട്ട് ദ CIP ഇസ് എ ടെമ്പററി ഹോൾഡിംഗ് അക്കൗണ്ട്. ഒരു കുറച്ച് നാളത്തേക്ക് നമ്മൾ അതിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു അക്കൗണ്ട് ആണ് ഇത്. ആസ് ലൈക്ക് ദി വർക്ക് ഇൻ പ്രോസസ് അക്കൗണ്ട്, this construction in process account is a current asset. It cannot be a non-current asset as well. സോ ഒരു വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട കോൺട്രാക്ട് ആണെങ്കിൽ ഇത് 1 കറണ്ട് അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഒന്നിൽ കൂടുതൽ വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്ട് ആണെങ്കിൽ ഇറ്റ് കുഡ് നോട്ട് ബി കൺസിഡർഡ് ആസ് എ കറണ്ട് അസറ്റ്. ഇറ്റ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് വാട്ട് നോൺ കറണ്ട് അസറ്റ്. അല്ലെങ്കിൽ അതിനെ നമ്മൾക്ക് പാർട്ട് ചെയ്യാം, കറണ്ട് പാർട്ടെന്നും നോൺ കറണ്ട് പാർട്ടെന്നും ആയിട്ട് നമ്മൾക്ക് തരംതിരിക്കാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ കോൺട്രാക്ട് ആൻഡ് നമ്മൾ എങ്ങനെയാണോ ഡെലിവറി നടത്തുന്നത് അതനുസരിച്ചിട്ടൊക്കെ ഇരിക്കും. Clear ആയോ? The entry relating to the recognition of the contract cost. സോ ഈ എൻട്രി എങ്ങനെ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്ക് സ്റ്റോറി പറയാന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കോസ്റ്റ് എൻകർ ചെയ്തു, നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് വിചാരിക്കോ. സോ ഞാൻ കൺസ്ട്രക്ഷൻ ആണ്, അപ്പോൾ ഞാൻ കുറച്ച് സിമെന്റ് സാൻഡ് ഒക്കെ മേടിച്ചു ആയിരിക്കാം, ഓർ വാട്ട് എവർ ഇറ്റ് മേ ബി അക്കൗണ്ട് ആയിരിക്കാം, എന്താ ഓക്കെ ഡയറക്റ്റ് മെറ്റീരിയൽസ് ഞാൻ പർച്ചേസ് ചെയ്തു. സോ ഇനി ഞാൻ എന്ത് ചെയ്യണം, ഈ ഡയറക്റ്റ് മെറ്റീരിയൽ ചാർജ് ചെയ്യണം, കൺസ്ട്രക്ഷൻ പ്രോസസ്സിലോട്ട് ചാർജ് ചെയ്യണം. ബിക്കോസ് ഇത് എവിടെ വരുന്നതാ, ഡെബിറ്റ് സോറി ഇത് ആണിത്. പിന്നെ അതിനെ നമ്മൾ ചാർജ് ചെയ്യുന്നത് ആ ഒരു എൻട്രി. നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് ഒക്കെ അല്ലെങ്കിൽ കോസ്റ്റ് മാനേജ്മെന്റിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നതിന്റെ ഓൾ സച്ച് കോസ്റ്റ്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, മാനുഫാക്ചറിംഗ് ഓവർഹെഡ് വിൽ ബി ചാർജ് ടു ദ വർക്ക് ഇൻ പ്രോസസ് അക്കൗണ്ട്. അതേപോലെ തന്നെ എല്ലാ ഓവർഹെഡ്സും മറ്റ് മാനുഫാക്ചറിംഗ് കോസ്റ്റുകൾ എല്ലാ കോസ്റ്റുകളും നമ്മൾ കൺസ്ട്രക്ഷൻ പ്രോസസ്സിലോട്ട് ചാർജ് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് കേസ്. Then we have the recognizing invoice issuance. അതായത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുക. ഇൻവോയ്സ് എപ്പോഴാണ് ഇഷ്യൂ ചെയ്യുന്നതാവാം, നമ്മുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വർക്ക് പ്രോഗ്രസ് ആയി കസ്റ്റമർക്ക് നമ്മൾ ബില്ല് കൊടുക്കും അല്ലേ. ചില കോൺട്രാക്ട് നടക്കുന്ന ടൈമിൽ പീരിയോഡിക്കലി ബില്ല് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ചിലതാണെങ്കിലോ ഫുള്ള് പോയിന്റ് ഇൻ ടൈം ആണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്തതിനു ശേഷം കസ്റ്റമർക്ക് നമ്മൾ എന്ത് കൊടുക്കും, ബില്ല് കൊടുക്കും. Invoices are generally sent periodically to the client as work progresses on the contract, because progress payments are usually required even though the revenue will not be recognized until the point in time when the customer obtains control of the asset. അതായത് ഇപ്പോൾ ഒരു 10 വർഷത്തേക്കുള്ള കോൺട്രാക്ട് എന്ന് വിചാരിച്ചോ, ഹാപ്പൻസ് അങ്ങനത്തെ കോൺട്രാക്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 5 വർഷത്തേക്കൊക്കെ ഉള്ള ഒരു കോൺട്രാക്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമർക്ക് 5 വർഷത്തെ കോൺട്രാക്ട് ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ട് ബില്ല് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, റവന്യൂ എപ്പോഴേ റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളൂ, ഓൺലി വെൻ ദ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഇസ് സാറ്റിസ്ഫൈഡ്. അതല്ല കാര്യം, കസ്റ്റമർക്ക് നമ്മൾ പീരിയോഡിക്കലി കുറച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വർക്ക് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ബില്ല് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും, ഇൻവോയ്സ് നമ്മൾ സെറ്റ് കൊടുത്തുകൊണ്ടിരിക്കും. ബിക്കോസ് എല്ലാ കോസ്റ്റും ഇൻകർ ചെയ്ത് കുറച്ചെങ്കിലും നമ്മൾക്ക് ഇൻകം വേണ്ടേ, അപ്പൊ പിന്നെ അവർക്ക് ബില്ല് കൊടുത്തുകൊണ്ടിരിക്കും. ബില്ല് അനുസരിച്ചിട്ട് നമ്മൾക്ക് പേയ്മെന്റ് കിട്ടിക്കൊണ്ടിരിക്കും. സോ ഇൻ സച്ച് കേസ് വെൻ യു ഇൻവോയ്സ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം, അക്കൗണ്ട്സ് റിസീവബിൾ. യെസ്, വെൻ യു പ്രൊവൈഡ്
സെയിൽ നടത്തണ പോലെയാണല്ലോ. സെയിൽ നടത്തുന്ന സമയത്ത് ക്യാഷ് ആണെങ്കിൽ ക്യാഷ്, അക്കൗണ്ട്സ് റിസീവബിൾ, അക്കൗണ്ട് ഡെബിറ്റ് ടുവേർഡ് ബില്ലിങ്സ് ഓൺ കൺസ്ട്രക്ഷൻ ഇൻ പ്രോസസ്. കംപ്ലീറ്റ് ആയിട്ടില്ല. സോ കൺസ്ട്രക്ഷൻ ഇൻ പ്രോസസ് തന്നെയാണ്. ആൻഡ് വാട്ട് ഈസ് ബില്ലിങ്സ് ഓൺ കൺസ്ട്രക്ഷൻ? യു കുഡ് നോട്ട് റെക്കോർഡ് ഇറ്റ് ആസ് റവന്യൂ ഓൺ ദിസ് കോൺട്രാക്ട് എന്നും പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണം? ബില്ലിങ്സ് ഓൺ കൺസ്ട്രക്ഷൻ ഇൻ പ്രോസസ്, കൺസ്ട്രക്ഷൻ ഇൻ പ്രോസസ്സിന്റെ ബില്ലിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടിലോട്ട് നമ്മളതിനെ മാറ്റാം. ഈ ബില്ലിങ്സ് ഓൺ കൺസ്ട്രക്ഷൻ ഇൻ പ്രോസസ് എന്ന് പറയുന്നത് ഒരു റവന്യൂ അക്കൗണ്ട് അല്ല. റിമൈൻഡ് ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ റവന്യൂ അക്കൗണ്ട്, ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ലയബിലിറ്റി അക്കൗണ്ട്. കാരണം അൺഏൺഡ് റവന്യൂ പോലെയാണ്. സോ ഇറ്റ്സ് എ കോൺട്രാക്ട് റവന്യൂ അക്കൗണ്ട് ആണ്. സോ യു ആർ ഓൺലി ഇഷ്യൂയിങ് ദ ഇൻവോയ്സ് വെൻ ദ വർക്ക് ഈസ് ബീങ് പ്രോഗ്രസ്ഡ്. സോ റവന്യൂ എപ്പോൾ മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ? റവന്യൂ could only be recorded when the sale or when the performance obligation is entirely satisfied. Till then you could not record any revenue on that transaction. So this billings on construction in process is not a revenue account, it is a contract liability account. Clear ayo? Yes. Here ഈ ഒരു ബില്ലിങ്സ് ഇൻ കൺസ്ട്രക്ഷൻ പ്രോസസ്സ് ഒരു കറണ്ട് അസറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റ് ആയിരിക്കാം. ഡിപ്പെൻസ് അപ്പോൺ ദ നേച്ചർ. എത്ര പീരീഡിലോട്ട് നമ്മൾ അതിന്റെ പേയ്മെന്റ് കിട്ടണുണ്ട് എന്നൊക്കെ അനുസരിച്ചിട്ട് അതിനെ കറണ്ട് അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ നോൺ കറന്റ് ആയിട്ട് നമ്മൾക്ക് അതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. സോറി, കറന്റ് അല്ലെങ്കിൽ നോൺ കറന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക, അസറ്റ് അല്ല കേട്ടോ, കൺസിഡർ ചെയ്യാവുന്നതാണ്. ദിസ് ഈസ് ഇറ്റ്. അപ്പൊ ഇൻകറൻസ് ഓഫ് കോസ്റ്റും പിന്നെന്താ നമ്മുടെ ഇൻവോയ്സിന്റെ ഇഷ്യൂൻസ് സമയത്തും, പിന്നെ പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അക്കൗണ്ട്സ് റിസീവബിളിനൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഇതിനെല്ലാത്തിനെയും ക്യാൻസൽ ചെയ്തിട്ട് വി വിൽ ബി റെക്കോർഡിംഗ് ദ സെയിൽസ് റവന്യൂ. കോസ്റ്റും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും. യു വിൽ ഗെറ്റ് ദ ഗ്രോസ് പ്രോഫിറ്റ്. സോ നെക്സ്റ്റ് ഇസ് റിപ്പോർട്ടിംഗ് പോയിന്റ് ഇൻ ടൈം കോൺട്രാക്ട് ഓൺ ദ ബാലൻസ് ഷീറ്റ്. എങ്ങനെയാണ് നമ്മൾ ഇതിനെ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നുണ്ടാവുക? ബാലൻസ് ഷീറ്റിൽ എങ്ങനെ കാണിക്കുന്നുള്ളത്? You know that revenue gross profit എപ്പോൾ മാത്രമേ റെക്കഗ്നൈസ് ആവുന്നുള്ളൂ? ഓൺലി വെൻ ദ പെർഫോമൻസ്. മാം, ആർ യു സ്പീക്കിംഗ്? യെസ് ജിനി, കുഡ് യു ഹിയർ മീ? Can you hear me? Hello? കേൾക്കാം. I didn't hear anything now. What about others? Can you all hear me? Ginny could not hear anything. ആൻമേരി കേൾക്കാം, സെലിൻ കേൾക്കാം എന്നാണോ കേൾക്കില്ല എന്നാണോ? യു കുഡ് ഹിയർ, റൈറ്റ്? അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. കേൾക്കാം. ഓക്കെ. ജിനി ജസ്റ്റ് ലോഗ് ഔട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് കയറി നോക്കുക. അല്ലെങ്കിൽ ട്രൈ ഫോൺ ഒന്ന് എയർപ്ലെയിൻ മോഡ്. ഫോൺ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് എയർപ്ലെയിൻ മോഡ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് വന്ന് നോക്കിക്കോളൂ. ഗോഡ്, ഇപ്പൊ തന്നെ ഓഡിയോ ഒക്കെ കറക്റ്റ് ചെയ്തുള്ളൂ. ഞാൻ വിചാരിച്ചു ഈ ഓഡിയോക്ക് എന്തെങ്കിലും പറ്റിയെന്ന്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമുക്കറിയാം ഒരു പോയിന്റ് ഇൻ ടൈം കോൺട്രാക്ട്. കണ്ടിന്യൂ ചെയ്യട്ടെ? Yeah, okay. So we know that only the revenue and the gross profit on this contract could only be recognized when the performance obligation is satisfied, അല്ലെങ്കിൽ കസ്റ്റമർ അവരുടെ സെറ്റിന്റെ കൺട്രോൾ ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ മാത്രം. സോ ദിസ് കൺസ്ട്രക്ഷൻ പ്രോസസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബില്ലിങ്സ് ഓൺ കൺസ്ട്രക്ഷൻ പ്രോസസ് ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾക്കൊരു അസറ്റും ലയബിലിറ്റിയും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വി നോ ദാറ്റ്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ പ്രോസസ് ഒരു അസറ്റ് ആണ്, ബില്ലിങ്സ് ഓൺ കൺസ്ട്രക്ഷൻ പ്രോസസ് ഒരു ലയബിലിറ്റി ആണെന്നുള്ള രൂപത്തിൽ വാട്ട് അസറ്റ് ആയിരിക്കാം, ലയബിലിറ്റി ആയിരിക്കാം. നമ്മൾ കോൺട്രാക്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ്, നമ്മൾ കോൺട്രാക്ട് എടുത്തത് എന്നനുസരിച്ചിട്ടൊക്കെ ഇരിക്കും. ഇൻ സച്ച് കേസ് we have to report this asset or liability in the balance sheet. അല്ലെ, അസറ്റും ലയബിലിറ്റിയും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ that must be reported in the balance sheet. So therefore the CIP account is the asset. അതായത് കൺസ്ട്രക്ഷൻ ഇൻ പ്രോസസ് ഒരു അസറ്റ് അക്കൗണ്ട് ആണ്. ആൻഡ് BCP, billings in construction process, is the liability. It is the similar nature of an unearned revenue. So this is a liability. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ നെറ്റ് ചെയ്യും. ബാലൻസ് ഷീറ്റിൽ കൺസ്ട്രക്ഷൻ പ്രോസസ്സിനും ബില്ലിങ്സ് ഇൻ കൺസ്ട്രക്ഷൻ പ്രോസസ്സിനും പറഞ്ഞിട്ട് സെപ്പറേറ്റ്ലി കാണിക്കില്ല. വി വിൽ നെറ്റ് ചെയ്യും. നെറ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടിൻ്റെയും ഡിഫറൻസ് എടുക്കും. സോ ഫ്രം ദിസ് അസറ്റ് നമ്മൾ ലയബിലിറ്റീസ് കുറയ്ക്കും.
എന്നിട്ട് അതാണ് നെറ്റ് ചെയ്യാനോട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിനെ ബാലൻസ് ഷീറ്റിൽ റിപ്പോർട്ട് ചെയ്യും. സോ ദി CIP ഇസ് എൻ അസെറ്റ്. സോ CIP യിൽ നിന്ന് നമ്മൾ ബില്ലിങ്സ് കുറച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ഫിഗർ ആണെന്നുണ്ടെങ്കിൽ അസെറ്റ് ആണ്. സോ വിൽ ബി റിപ്പോർട്ടിങ് ഇറ്റ് ഓൺ ദി അസെറ്റ് സൈഡ്. നെഗറ്റീവ് ഫിഗർ ആണെന്നുണ്ടെങ്കിൽ ലയബിലിറ്റി ആണ്. നമ്മൾ എന്ത് ചെയ്യും? അതിനെ ലയബിലിറ്റി സൈഡിൽ റിപ്പോർട്ട് ചെയ്യും. The difference between the construction in process asset account and the billings on construction in process liability account is reported on the balance sheet as either a net contract asset or net contract liability. അതിന്റെ തമ്മിലുള്ള ഡിഫറൻസ്, അതായത് കൺസ്ട്രക്ഷൻ പ്രോസസ്സിൽ നിന്ന് പ്രോസസ്സിലുള്ള കൺസ്ട്രക്ഷനാണല്ലോ നമ്മൾ ബില്ലിങ്സ് പ്രൊവൈഡ് ചെയ്യണേ. അതിനെ കുറച്ച് കളഞ്ഞിട്ട് അത് പോസിറ്റീവ് ആണെങ്കിൽ അസെറ്റ് ആയിരിക്കും, അസെറ്റ് നെറ്റ് കോൺട്രാക്ട് അസെറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യും. ഇനി അത് നെഗറ്റീവ് ബാലൻസ് ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിന് നെറ്റ് കോൺട്രാക്ട് ലയബിലിറ്റി ആയിട്ട് ബാലൻസ് ഷീറ്റിൽ റിപ്പോർട്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് വാട്ട് ഹി മെൻഷൻഡ് ഹിയർ. ഇഫ് ദ CIP is greater than BCP, the difference is reported as a contract asset. The line item used is called cost of in-process point-in-time contract in excess of related billings or something similar. So, ഇതാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ യൂസ് ചെയ്യുന്ന ടേം, കോസ്റ്റ് ഓഫ് ഇൻ-പ്രോസസ് പോയിന്റ്-ഇൻ-ടൈം കോൺട്രാക്ട്. ഇൻ-പ്രോസസ് കോൺട്രാക്ടിന്റെ കോസ്റ്റ് ഇൻ എക്സസ് ഓഫ് റിലേറ്റഡ് ബില്ലിങ്സ്. അതാണ് ഈ CIP ഗ്രേറ്റർ ദാൻ BCP എന്നാണ് ഇവിടെ ഒന്ന് വിപുലീകരിച്ച് പറഞ്ഞേക്കുന്നത്. ഓർ സംതിങ് സിമിലർ. എന്തെങ്കിലും വേറെ നെറ്റ് കോൺട്രാക്ട് അസറ്റ് എന്നോ നെറ്റ് കോൺട്രാക്ട് ലയബിലിറ്റി ഓൺ ദിസ് പോയിന്റ് ഇൻ ടൈം റെക്കഗ്നിഷൻ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കതിനെ എഴുതാം. If CIP is less than BCP, the difference is reported as a contract liability. And it is ആ ഒരു ടേം എന്താ? ബില്ലിങ്സ് ഓൺ ഇൻ പ്രോസസ് പോയിന്റ് ഇൻ ടൈം കോൺട്രാക്ട് ഇൻ എക്സസ് ഓഫ് റിലേറ്റഡ് കോസ്റ്റ്. ബില്ലിങ്സ് ആണ് കൂടുതൽ. സോ അതിനെ നമ്മൾ ആ ഒരു ടേമിൽ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ ആയോ? ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് നോക്കുക. CIP ഗ്രേറ്റർ ദാൻ BCP കോൺട്രാക്ട് അസറ്റ്, CIP ലെസ് ദാൻ BCP കോൺട്രാക്ട് ലയബിലിറ്റി. ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഡിഫറൻസ് ഇസ് കോൺട്രാക്ട് അസറ്റ്, കോൺട്രാക്ട് ലയബിലിറ്റി. ഒന്ന് നോട്ട് ചെയ്തോളൂ. നോട്ട് ചെയ്തോ? നോട്ട് ചെയ്ത് കഴിഞ്ഞൊന്ന് പറയണേ. കഴിഞ്ഞല്ലേ? ഓക്കെ ഓക്കെ, നോട്ടഡ്. സോ നെക്സ്റ്റ്, റെക്കഗ്നൈസിങ് ആൻ എസ്റ്റിമേറ്റഡ് ലോസ്. ലോസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം? യു നോ ദാറ്റ് വെൻ യു എസ്റ്റിമേറ്റ് എ ലോസ്, വെൻ യു പ്രൊജക്ട് എ ലോസ്, ദാറ്റ് എൻറ്റയർ ലോസ് എമൗണ്ട് മസ്റ്റ് ബി റെക്കഗ്നൈസ് ഇൻ ദ പീരീഡ് വെൻ ഇറ്റ് ഈസ് നോൺ. കോൺട്രാക്ട് കഴിയണവരെ വെയിറ്റ് ചെയ്യേണ്ട. ഏത് പീരീഡിലാണ് അത് അറിയുന്നത്, ഏത് പീരീഡിലാണ് അത് മനസ്സിലാകുന്നത്, ആ ഒരു പീരീഡിൽ തന്നെ നമ്മൾക്ക് റെക്കഗ്നൈസ് ചെയ്യാം. So when an estimated loss on a point-in-time contract as a whole is anticipated, the amount of the estimated loss must be recognized immediately. ആ ഒരു പീരീഡിൽ തന്നെ നമ്മൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യണം. മീൻസ് റവന്യൂ ആയിക്കോട്ടെ, മറ്റ് ഗ്രോസ് പ്രോഫിറ്റ്, മറ്റ് എക്സ്പെൻസ് ഒക്കെ നമ്മൾ പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ട് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഇതിന് നമുക്ക് ലോസ് ആണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾക്ക് റെക്കഗ്നൈസ് ചെയ്യാം. എന്തായിരിക്കും? ലോസ് ഓൺ ലോങ് ടേം കോൺട്രാക്ട്, amount of loss to construction in process. Construction in process ഒരു അസറ്റ് അല്ലേ, അതിനെ നമ്മൾ അങ്ങോട്ട് കുറയ്ക്കും. ലോസ് ഓൺ ലോങ് ടേം കോൺട്രാക്ട്, അതൊരു ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ലോസ് അക്കൗണ്ട് ആണ്. ഇപ്പൊ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ഒക്കെ പോലെ തന്നെ ലോസ് ഓൺ ലോങ് ടേം കോൺട്രാക്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസ്ട്രക്ഷൻ ഇൻ പ്രോസസ്. Okay. So next, in subsequent periods, losses on the point-in-time contract will be recognized
only to the extent that the total estimated loss on the contract exceeds the losses that have been previously recognized on the contract. നമുക്ക് പറഞ്ഞു ഒരു 5 വർഷത്തുള്ള ഒരു കോൺട്രാക്റ്റ് ആണ്, ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഫുൾ എസ്റ്റിമേറ്റ് ചെയ്തപ്പോൾ ലോസ് ആണ് വരുന്നത്. ഇനി കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ എനിക്ക് ലോസ് ആണ് വരുന്നത്. സോ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള ടോട്ടൽ ലോസ് ഞാൻ എന്ത് ചെയ്യും, ആ 3-ാം വർഷത്തിൽ തന്നെ റെക്കഗ്നൈസ് ചെയ്തിരിക്കും. സോ ഇൻ ദ നെക്സ്റ്റ് ഇയർ 4th ഇയർ ആയപ്പോൾ ഞാൻ വീണ്ടും ഒരു എസ്റ്റിമേഷൻ നടത്തും അല്ലേ, എല്ലാ വർഷവും നമ്മൾ നോക്കും. എസ്റ്റിമേഷൻ നടത്തിയപ്പോൾ അപ്പോഴും ലോസ് ആണ്. സോ 3-ാം വർഷത്തിൽ ഞാൻ എസ്റ്റിമേറ്റ് ചെയ്തപ്പോൾ എൻ്റെ കോൺട്രാക്റ്റിൽ നിന്ന് എനിക്ക് വരാവുന്ന ലോസ് എത്ര, ഒരു 10 മില്യൺ ആണ് കരുതിക്കോ ലോസ് എനിക്ക് വരാം. സോ ഓക്കെ, ഞാൻ 10 മില്യൺ ഫുള്ളായിട്ട് ലോസ് ഓൺ ലോങ് ടേം കോൺട്രാക്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസ്ട്രക്ഷൻ ഇൻ പ്രോസസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഇനി 4-ാം വർഷത്തിൽ ഞാൻ എസ്റ്റിമേറ്റ് ചെയ്തപ്പോൾ ആ കോൺട്രാക്റ്റിൽ നിന്ന് എനിക്ക് വരാവുന്ന ലോസ് എത്രയാണ്, ഒരു 8 മില്യൺ കരുതിക്കോ. സോ ഞാൻ ആ സമയത്ത് ലോസ് ഒന്നും റെക്കഗ്നൈസ് ചെയ്യേണ്ട, ബിക്കോസ് ആ കോൺട്രാക്റ്റിന്റെ പീരീഡിലോട്ട് ഞാൻ 10 മില്യൺ ലോസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ആ 10 മില്യൺ ഫുള്ളി ഞാൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. 4-ാമത്തെ പീരീഡിലായപ്പോൾ 8 മില്യൺ ആണ് എസ്റ്റിമേറ്റ് ചെയ്ത് വന്നേക്കുന്നത്. ഇനി സോ ഞാൻ ഓൾറെഡി 10 മില്യൺ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്, പിന്നെ 8 മില്യൺ റെക്കഗ്നൈസ് ചെയ്യണ്ട. ഇനി 4-ാമത്തെ പീരീഡിൽ ഞാൻ ഒന്നും കൂടെ എസ്റ്റിമേറ്റ് ചെയ്തപ്പോൾ ഒരു 12 മില്യൺ ലോസ് ഉണ്ടെന്ന് കരുതിക്കോ. 12 മില്യൺ അല്ലെങ്കിൽ ഓൾറെഡി ഐ ഹാവ് റെക്കഗ്നൈസ്ഡ് 10 മില്യൺ. സോ അതിന് എക്സീഡ് ചെയ്തിട്ട് എത്ര ഉണ്ട്, 2 മില്യൺ കൂടെ ലോസ് വരുന്നുണ്ട്. വാട്ട് വിൽ ഐ ഡു, ഐ വിൽ റെക്കഗ്നൈസ് ദിസ് 12 മില്യൺ. സോറി, ഈ 2 മില്യൺ ഞാൻ എക്സീഡ് ചെയ്യുന്നത്, അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ട് ലോസിനെക്കാട്ടിയും എക്സീഡ് ചെയ്തിട്ട് പിന്നെ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ ആ എക്സീഡ് ചെയ്യുന്ന പാർട്ട് മാത്രം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും. ഇനി നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തതിനെക്കാട്ടി കുറവാണ് ലോസ് വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ അതിനെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വെയിറ്റ് till the contract gets completed. അപ്പം മാത്രം നമ്മളൊരു നെറ്റിംഗ് എഫക്റ്റും ഒരു എല്ലാത്തിനെയും കൂടി ചേർത്തൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയാൽ മതി. സോ വെൻ പർട്ടിക്കുലർ പീരീഡ് നമ്മൾ പ്രീവിയസ്ലി റെക്കഗ്നൈസ് ചെയ്ത ലോസിനെക്കാട്ടിയും എക്സീഡ് ചെയ്തിട്ട് എസ്റ്റിമേറ്റഡ് ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് പോർഷൻ വിച്ച് ഹാവ് എക്സീഡഡ് ദി എസ്റ്റിമേറ്റ്, നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത ലോസ് ഉണ്ടെങ്കിൽ അതിന് എക്സീഡ് ചെയ്യുന്ന പോർഷൻ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും റെക്കഗ്നൈസ് ചെയ്യണം. ക്ലിയർ? ഓക്കെ, ഇനി ദിസ് ഈസ് ദ ലാസ്റ്റ് പോർഷൻ ഇൻ ദിസ് പോയിന്റ് ഇൻ ടൈം റെക്കഗ്നിഷൻ. എന്താ, നമ്മുടെ കോൺട്രാക്ട് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തു, കൺസ്ട്രക്ഷൻ ഒക്കെ കംപ്ലീറ്റ് ആയി, ബിൽഡിംഗ് ഒക്കെ പക്ക പെർഫെക്റ്റ് ആയി, ഫർണിഷ് കഴിഞ്ഞു, ഫുൾ എല്ലാം സെറ്റ് ആയി. സോ സാറ്റിസ്ഫൈഡ് ദ പെർഫോമൻസ് ഒബ്ലിഗേഷൻ. കസ്റ്റമർക്ക് നമ്മൾ അസറ്റ് ഹാൻഡ് ഓവർ ചെയ്തു, കസ്റ്റമർ ഹാസ് ഒബ്റ്റെയിൻഡ് കൺട്രോൾ ഓവർ ദി അസറ്റ്. സോ ഇനി നമുക്ക് ഇതിനെ റവന്യൂ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തൂലേ. So in such case, ഇതൊരു പോയിന്റ് ഇൻ ടൈം അതിന്റെ പേരിൽ when the customer obtains control of the asset അല്ലെങ്കിൽ നമ്മൾ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ we could recognize the revenue, gross profit ഒക്കെ അപ്പം റെക്കഗ്നൈസ് ചെയ്യാം. സോ നമ്മൾ എന്ത് ചെയ്യും, ഈ കോൺട്രാക്റ്റിൽ നിന്നുള്ള റവന്യൂ റെക്കഗ്നൈസ് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, ഇതിന്റെ ഗ്രോസ് പ്രോഫിറ്റ് കോസ്റ്റും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും. സോ വാട്ട് വി ഹാവ് ടു ഡു, എൻട്രി ബില്ലിങ്സ് ഓൺ കൺസ്ട്രക്ഷൻ പ്രോസസ് അക്കൗണ്ട് ഡെബിറ്റ് ടു റവന്യൂ ഓൺ പോയിന്റ് ഇൻ ടൈം കോൺട്രാക്ട്. സോ ഇതുവരെ നമ്മൾ നടത്തിയ കോൺട്രാക്ടിന്റെ ബില്ലിങ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, പ്രോഗ്രസ് അനുസരിച്ചിട്ട് ബില്ല് ഇൻവോയ്സസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ബില്ലൊക്കെ എന്ത് ചെയ്യുക, വി കുഡ് കൺവേർട്ട് ഇറ്റ് ആസ് വോട്ട്, റവന്യൂ. സോ ബില്ലിങ്സ് ഓൺ കൺസ്ട്രക്ഷൻ പ്രോസസ് ടു വോട്ട് റവന്യൂ ഓൺ പോയിന്റ് ഇൻ ടൈം കോൺട്രാക്ട് അല്ലെങ്കിൽ സെയിൽസ് റവന്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യാം. ഇനി എക്സ്പെൻസസുകളൊക്കെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണമല്ലോ, വി ഹാവ് ടു റെക്കഗ്നൈസ് ദ കോസ്റ്റ്. What is it? Construction expense account debit to construction in process എന്ന് പറഞ്ഞിട്ട് നമ്മൾ previously create ചെയ്ത asset. നമ്മൾ ഈ രണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ബില്ലിങ്സ് ഓൺ കൺസ്ട്രക്ഷൻ ഇൻ പ്രോസസ്സും കൺസ്ട്രക്ഷൻ ഇൻ പ്രോസസ് എന്ന് പറഞ്ഞിട്ട് BCP CIP രണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ രണ്ടിനെ നമ്മൾ ക്ലോസ് ചെയ്യും. BCPനെ റവന്യൂലോട്ട് ക്ലോസ് ചെയ്യും, CIPനെ കൺസ്ട്രക്ഷൻ എക്സ്പെൻസ് ആയിട്ട് ക്ലോസ് ചെയ്യും. സോ യു റെക്കഗ്നൈസ് ദ റവന്യൂ, യു റെക്കഗ്നൈസ് ദ എക്സ്പെൻസ്. സോ അതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും, ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടും. ക്ലിയർ ആയോ ഹൗ യു ആർ ക്ലോസിംഗ് ഔട്ട് ദിസ് റവന്യൂ അക്കൗണ്ട് ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട്? ഈ ടേം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇറ്റ്സ് സിമിലർ. യാ, സോ പോയിന്റ് ഇൻ ടൈം ക്ലിയർ ആയല്ലോ. ഇനി ഡൗട്ട്സ് ഉണ്ടോ, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ എക്സ്ട്രാ ആവശ്യം ഉണ്ടോ? ഇല്ല,
അപ്പൊ ഞാൻ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാട്ടോ. നമ്മുടെ ഓവർ ദ ടൈം റെക്കഗ്നിഷൻ. Yeah. ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ, കമ്പയർ ചെയ്ത് പഠിക്കുക. ആ 3 പറഞ്ഞ ക്രൈറ്റീരിയ ഓർമ്മയുണ്ടല്ലോ. സൈമൾട്ടേനിയസ്ലി ഒബ്റ്റെയിൻസ് ആൻഡ് കൺസ്യൂംസ് ദ ബെനിഫിറ്റ്, ആൻഡ് വർക്കിംഗ് പ്രോസസ് നടക്കുമ്പോൾ തന്നെ കൺസ്യൂമറിന് കൺട്രോൾ കിട്ടുന്നു, ആൻഡ് വോട്ട് അസറ്റ് വേറെ ഓൾട്ടർനേറ്റീവ് യൂസ് ഒന്നുമില്ല, അങ്ങനത്തെ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾക്ക് ഓവർ ടൈം റെക്കഗ്നിഷൻ, ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി കുഡ് ക്ലാസിഫൈ ഇറ്റ് ആസ് എൻ ഓവർ ടൈം കോൺട്രാക്ട്. സോ ആ 3 ക്രൈറ്റീരിയ ആണ് കേട്ടോ ഫസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി സോ സിമിലർ ഇവിടെയുണ്ട് ഈ കൺസ്ട്രക്ഷൻ പ്രോസസ് അക്കൗണ്ടും BCP, ബില്ലിംഗ്സ് ഇൻ കൺസ്ട്രക്ഷൻ പ്രോസസ് അക്കൗണ്ട്, 2 അക്കൗണ്ട് ഉണ്ട്. കൺസ്ട്രക്ഷൻ പ്രോസസ് ഇസ് എ അസറ്റ് അക്കൗണ്ട് ആൻഡ് ബില്ലിംഗ്സ് ഓൺ കൺസ്ട്രക്ഷൻ പ്രോസസ് ഇസ് എ കോൺട്രാക്ട് ലയബിലിറ്റി അക്കൗണ്ട്. മറ്റെല്ലാ കാര്യങ്ങളും സെയിം ആണ്. ഹിയർ ഇവിടെ എന്താ ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ പോയിന്റ് ഇൻ ടൈം റെക്കഗ്നിഷൻ ആ പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ആ റവന്യൂവും കോസ്റ്റ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളൂ, ഗ്രോസ് പ്രോഫിറ്റും റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളൂ. എക്സംഷൻ ഈസ് ടു ദ ഗ്രോസ് ലോസ്. ഓക്കെ. But in overtime recognition, overtime കാലയളവിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, the revenue and gross profit will be recognized in the period when the contract is being satisfied. കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, വർക്ക് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കല് പീരിയോഡിക്കലി നമ്മൾ അതിൽ നിന്നുള്ള റവന്യൂവും ഗ്രോസ് പ്രോഫിറ്റും റെക്കഗ്നൈസ് ചെയ്യും ഓൺ എ സ്യൂട്ടബിൾ ബേസിസ്. സോ ഇൻ ഓർഡർ ടു മേക്ക് ദിസ് റെക്കഗ്നിഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പീരീഡിന്റെ എൻഡിലും ഈ 3 കാൽക്കുലേഷൻ എന്തായാലും നടത്തിയേ പറ്റുള്ളൂ. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് ദ 3 മെയിൻ കാൽക്കുലേഷൻ? ഫസ്റ്റ് വൺ, എസ്റ്റിമേറ്റഡ് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് വൺ, പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ. നെക്സ്റ്റ് വൺ, എത്രമാത്രം റവന്യൂ കോസ്റ്റ് ഗ്രോസ് പ്രോഫിറ്റ് റെക്കഗ്നൈസ് ചെയ്യും. So you have to make 3 computation. What is it? We have to compute the total estimated gross profit അല്ലെങ്കിൽ gross loss ഒക്കെ ഉണ്ടെങ്കിൽ cost incurred till date minus estimated future cost. So അത് എസ്റ്റിമേറ്റ് ചെയ്യുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, പെർസെൻറ്റേജ് ഓഫ് ദ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഹാസ് ബീൻ സാറ്റിസ്ഫൈഡ്. പെർഫോമൻസ് ഒബ്ലിഗേഷന്റെ എത്ര നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്, പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ നമ്മൾ. മൂന്നാമത്തത്, ഈ പീരീഡ് ഗ്രോസ് പ്രോഫിറ്റ്, എത്ര റവന്യൂ, എത്ര കോസ്റ്റ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണമെന്ന് നോക്കുക. ഇത് 3 നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദീസ് 3 കമ്പ്യൂട്ടേഷൻ ഇൻ ഡീറ്റെയിൽ. Estimated gross profit or loss similar to the profit or gross loss computation that we have discussed. From the contract price, deduct cost incurred actually incurred to date. പിന്നെ എന്താ, ഫ്യൂച്ചറിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന കോസ്റ്റുകളും കുറയ്ക്കുക. സോ യു വിൽ ഗെറ്റ് ദി എസ്റ്റിമേറ്റഡ് ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ. നെക്സ്റ്റ് കാൽക്കുലേഷൻ എന്താ? കാൽക്കുലേഷൻ ഓഫ് ദ പ്രോഗ്രസ് ടുവേർഡ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ പെർഫോമൻസ് ഒബ്ലിഗേഷൻ. പെർഫോമൻസ് ഒബ്ലിഗേഷൻ എത്രമാത്രം സാറ്റിസ്ഫൈ ചെയ്തു, പ്രോഗ്രസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ നമ്മൾ കണ്ടുപിടിക്കണം. സോ നമ്മൾ എന്താ പറയുക, പെർഫോമൻസ് ഒബ്ലിഗേഷൻ്റെ എത്ര ശതമാനം, എത്രത്തോളം നമ്മൾ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. സോ ഇവിടെ നമ്മൾ മെത്തേഡ്സ് പല പല മെത്തേഡ്സിലായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. മീൻസ് എത്രമാത്രം നമ്മൾ കൺസ്ട്രക്ഷൻ ഹൗസ് ആണെങ്കിൽ ആ കൺസ്ട്രക്ഷന്റെ എത്രമാത്രം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ആ ഒരു പ്രോഗ്രസ് എത്രയാണ് നമ്മൾ മെഷർ ചെയ്യാണ് വേണ്ടത്. ആ പ്രോഗ്രസ് അനുസരിച്ചിട്ടായിരിക്കും റവന്യൂവും ഗ്രോസ് പ്രോഫിറ്റും കോസ്റ്റ് ഒക്കെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവാം. So in this case we will be using different methods, and the 2 most appropriate method, best method ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ഔട്ട്പുട്ട് മെഷേഴ്സ്. ഔട്ട്പുട്ട് മെഷേഴ്സ് എത്രയാ? നമ്മുടെ ഔട്ട്പുട്ട് മീൻസ് ഔട്ട്പുട്ട് മെയിൻ ആയിട്ട് നമ്മൾ എന്താണോ പ്രോസസ് ചെയ്യുന്നത് അതിന്റെ എത്രത്തോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. Output measures recognize revenue on the basis of direct measurements of the value to the customer of the good or service transfer to the customer to date. ആ ഒരു ഡേറ്റ് വരെ കസ്റ്റമർക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ആ ഒരു ഗുഡ് അല്ലെങ്കിൽ ആ ഒരു സർവീസിന്റെ വാല്യൂ ഡയറക്ട്ലി നമ്മൾ മെഷർ ചെയ്യുക.
ഔട്ട്പുട്ടിനെ നമ്മൾ മെഷർ ചെയ്യുക, എൻഡ് പ്രൊഡക്റ്റിനെ നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. റിലേറ്റീവ് ടു ദ ഗുഡ് ഓർ സർവീസ് പ്രോമിസ്ഡ്, ഇനി എത്ര കംപ്ലീറ്റ് ചെയ്യാനുണ്ട് നോക്കാം. സോ ടോട്ടലി എത്ര പ്രൊവൈഡ് ചെയ്യണം, അതിൽ എത്ര ഇതുവരെ കംപ്ലീറ്റ് ചെയ്ത് കസ്റ്റമർക്ക് കൊടുത്തു, എത്ര ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് നമ്മൾ ഔട്ട്പുട്ട് അനുസരിച്ചിട്ട് മെഷർ ചെയ്യാം. ലൈക്ക് എക്സാമ്പിൾസ് ആർ സർവേസ് ഓഫ് പെർഫോമൻസ് ടു ഡേറ്റ്. പെർഫോമൻസ് ഇപ്പൊ എത്ര വരെ പെർഫോം ചെയ്തിട്ടുണ്ട്, എത്ര വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നമ്മൾ സർവേ കണ്ടക്ട് ചെയ്യുക. സർവേ മീൻസ് നമ്മൾ അന്വേഷിക്കുക. മൈൽ സ്റ്റോൺസ് റീച്ച്, നമ്മൾ ഓരോ മൈൽ സ്റ്റോൺസ് കീപ്പ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതുവരെ റീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇത്ര വരെ. ഒരു ഹൗസ് ആണെങ്കിൽ ഓക്കെ ഫൗണ്ടേഷൻ, ലൈക്ക് നമ്മൾ ബിൽഡിംഗ് ഒക്കെ സൺഷെയ്ഡ്, പിന്നെന്താ വാർക്ക, മെയിൻ ആയിട്ടുള്ള വാർക്ക, അക്കാര്യങ്ങൾ. സോ ഈ ഒരു മൈൽ സ്റ്റോൺസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അത് നമ്മൾ അതനുസരിച്ചിട്ട് നോക്കാം. അല്ലെങ്കിൽ ഇപ്പൊ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, എത്ര യൂണിറ്റ് നമ്മൾ ഡെലിവറി ചെയ്തു, അങ്ങനെ നമ്മൾക്ക് കൺസിഡർ ചെയ്യാം. സോ ബേസ്ഡ് അപ്പോൺ ദ എമൗണ്ട് ഓഫ് ദ പെർഫോമൻസ്, ഏത് നേച്ചർ ഓഫ് കോൺട്രാക്ട് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ്, ടൈപ്പ് ഓഫ് സർവീസ് അനുസരിച്ചിട്ട് നമ്മൾ ഔട്ട്പുട്ട് അനുസരിച്ചിട്ട് മെഷർ ചെയ്യാം. നെക്സ്റ്റ് ദ ഇൻപുട്ട് മെഷേഴ്സ്. ഇൻപുട്ട് എന്തോരം ഇൻപുട്ട് കൊടുത്തു, നമ്മൾ ഒരു കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇത്രമാത്രം ഇൻപുട്ട് എന്ന് മെഷർ ചെയ്തിട്ടുണ്ടാവും. ആ ഇൻപുട്ടിൽ എത്രമാത്രം ഇൻപുട്ട് നമ്മൾ ഇതുവരെയായിട്ട് ഇൻകർ ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അതനുസരിച്ചിട്ട് ഇരിക്കും. മെഷേഴ്സ് ദ എഫേർട്സ് ഓർ ഇൻപുട്ട് എക്സ്പെൻഡഡ്, നമ്മൾ എത്രമാത്രം എഫേർട്സ് ഇട്ടു അല്ലെങ്കിൽ എത്രമാത്രം ഇൻപുട്ട് ഇതുവരെയായിട്ട് സ്പെൻഡ് ചെയ്തു എന്നുള്ളത്. റിസോഴ്സസ് കൺസ്യൂംഡ്, എത്രമാത്രം റിസോഴ്സസ് കോസ്റ്റ് നമ്മൾ കൺസ്യൂം ചെയ്തു, കോസ്റ്റ് എത്ര ഇൻകർ ചെയ്തു, എത്രമാത്രം ലേബർ അവർ സ്പെൻഡ് ചെയ്തു, എത്ര സമയം കഴിഞ്ഞുപോയി, എത്ര മെഷീൻ അവേഴ്സ് യൂസ് ചെയ്തു. ആ ഒരു പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഇത്രമാത്രം കോസ്റ്റ് ഉണ്ടാവണം, ഇത്രമാത്രം ലേബർ അവേഴ്സ് വേണം, ഇത്രമാത്രം മെഷീൻ അവേഴ്സ് വേണം, ഇത്ര എമൗണ്ട് ഓഫ് റിസോഴ്സ് വേണം, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ എത്ര വരെ ഇതുവരെ കംപ്ലീറ്റ് ആയി നമ്മൾ നോക്കും. അതനുസരിച്ചിട്ട് നമ്മളൊരു കംപ്ലീഷൻ, ആ ഒരു പ്രോഗ്രസ് മെഷർ ചെയ്യും, ആ ഒരു പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ നമ്മൾ കണ്ടെത്തും. സോ ടു മെത്തേഡ്, ഔട്ട്പുട്ട് മെഷേഴ്സ് ആൻഡ് ഇൻപുട്ട് മെഷേഴ്സ്. ഔട്ട്പുട്ട് മെഷേഴ്സ് എന്താ, കസ്റ്റമറുടെ കൊടുക്കുന്ന ഗുഡ് അല്ലെങ്കിൽ സർവീസിന്റെ വാല്യൂ ഡയറക്ട്ലി നമ്മൾ മെഷർ ചെയ്യാണ്, ഔട്ട്പുട്ടിനെ നമ്മൾ മെഷർ ചെയ്യാണ്. ഇൻപുട്ട് മെഷേഴ്സിലോ ഇൻപുട്ട്, എത്രമാത്രം ഇൻപുട്സ് നമ്മൾ കൊടുക്കണം ആ ഒരു പ്രോസസ്സിന് വേണ്ടി, അല്ലെങ്കിൽ എത്രമാത്രം റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്യണം, അതനുസരിച്ചിട്ട് അത് എത്ര ഇതുവരെ യൂസ് ചെയ്തു, അതനുസരിച്ചിട്ട് നമ്മൾ പ്രോഗ്രസ് മെഷർ ചെയ്യാം. ക്ലിയർ ആണോ? യെസ്. കോസ്റ്റ് ടു കോസ്റ്റ് ഇൻപുട്ട് മെത്തേഡ്. കോസ്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ നോക്കും. ഇതാണ് നമ്മൾ യൂഷ്വലി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പെർസെന്റ് ഓഫ് കംപ്ലീഷൻ ഇതാണ്. When the cost to cost method is used to determine the extent of a company's progress toward complete satisfaction of a contract, the percentage satisfied is the ratio between the actual cost incurred till date on the contract and the total estimated cost of the contract. The total cost estimated for the contract is the actual cost incurred to date plus the estimated cost to complete as of reporting date. So, എക്സാമ്പിൾ വെച്ച് പറയാം. ഒരു കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ് ഉണ്ട്, എത്ര വർഷത്തെ, ഒരു 3 വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഇയർ, ഒന്നാമത്തെ വർഷം എത്തിയപ്പോൾ, സോ ടോട്ടൽ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള ഇതുവരെ നമ്മൾ ഇതുവരെ ടോട്ടൽ കോസ്റ്റ് ഒരു 5 മില്യൺ ആണ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഇയറിൽ ഞാനൊരു എസ്റ്റിമേഷൻ നടത്തിയപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഞാനൊരു 1 മില്യൺ കോസ്റ്റ് ഇൻകർ ചെയ്തിട്ടുണ്ട്. 1 മില്യൺ ഇൻകർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി 2 വർഷം ഉണ്ടല്ലോ, എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ടു കംപ്ലീറ്റ്. ഇനി ആ 2 വർഷത്തേക്ക് ഞാൻ എസ്റ്റിമേറ്റ് ചെയ്യാണ് 2 വർഷം എനിക്കിതൊരു 4 മില്യൺ കോസ്റ്റ്. So what is my percentage of completion? Cost incurred till date എത്രയാ? 1 million divided by what? 1 million plus 4 million, which is 1 million divided by 5 million, which is what? 20%. ഇതുവരെ 20% ഞാൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഒരു ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
incurred till date ഇതുവരെ എത്ര കോസ്റ്റ് ഇൻകർ ചെയ്തു ഡിവൈഡഡ് ബൈ ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് എന്താ? കോസ്റ്റ് ഇതുവരെ ഇൻകർ ചെയ്തത് പ്ലസ് ഇനി എത്ര ഇൻകർ ആകും എന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ദാറ്റ് വുഡ് ബി ദ ടോട്ടൽ കോസ്റ്റ്. സോ കോസ്റ്റ് ഇൻകർഡ് ടിൽ ഡേറ്റ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ കോസ്റ്റ് വിൽ ഗെറ്റ് ദി പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ്. Clear? Okay. Next. First എന്താ നമ്മൾ പഠിച്ചത്? What is the first step? Calculate the gross profit. അല്ലെങ്കിൽ ഗ്രോസ് എത്രയാണെന്ന് കമ്പ്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ് മാത്രം കംപ്ലീറ്റ് ചെയ്ത് പ്രോഗ്രസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക. നെക്സ്റ്റ് എത്രയാ? എത്രമാത്രം റവന്യൂ, എത്രമാത്രം ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം എന്ന് നമ്മൾ നോക്കുക. സോ യൂസിങ് ദി എസ്റ്റിമേറ്റഡ്, അതെങ്ങനെയായിരിക്കും? എത്രമാത്രം ഗ്രോസ് പ്രോഫിറ്റ്? ഫ്രം ദി എസ്റ്റിമേറ്റഡ് ഗ്രോസ് പ്രോഫിറ്റ്. വാട്ട് ഈസ് എസ്റ്റിമേറ്റഡ് ഗ്രോസ് പ്രോഫിറ്റ്? ഫ്രം ദ കോൺട്രാക്ട് പ്രൈസ് വി ഹാവ് ടു ഡിഡക്ട് കോസ്റ്റ് ഇൻകർഡ് ടിൽ ഡേറ്റ് ഡിവൈഡഡ് ബൈ ഇനി എത്ര എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് കോസ്റ്റ് ഇൻകർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ടോട്ടൽ കോസ്റ്റ് നമ്മൾ കുറച്ച് കളയുമ്പോൾ വി വിൽ ഗെറ്റ് ദ ഗ്രോസ് പ്രോഫിറ്റ്. അതാണ് ആ പ്രൊജക്ടിന്റെ മൊത്തം പ്രോഫിറ്റ്. ആ പ്രോഫിറ്റിൽ നിന്ന് ഈ വർഷം നമ്മൾ എത്രമാത്രം റെക്കഗ്നൈസ് ചെയ്യുള്ളൂ? ഇറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ദ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ ദാറ്റ് വി ഹാവ് കമ്പ്യൂട്ടഡ് ഇൻ ദി ഏർലിയർ സ്റ്റെപ്പ്. മുന്നത്തെ സ്റ്റെപ്പിൽ പ്രീവിയസ് സ്റ്റെപ്പിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത്ര എമൗണ്ട് മാത്രം നമ്മൾ എത്ര റെക്കഗ്നൈസ് ചെയ്യും? ഈ ഒരു പീരീഡിൽ റെക്കഗ്നൈസ് ചെയ്യും. സോ നമ്മുടെ ഒരു കോൺട്രാക്റ്റിന്റെ ഗ്രോസ് പ്രോഫിറ്റ് ഒരു 3 million പ്രോഫിറ്റ് ആണെന്ന് വിചാരിച്ചോ. ഞാൻ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള ഗ്രോസ് പ്രോഫിറ്റ്, മൈ എസ്റ്റിമേറ്റഡ് ഗ്രോസ് പ്രോഫിറ്റ് as 3 million എന്ന് കരുതുക. 3 million ഫ്രം ദറ്റ് ഈ വർഷം ഫസ്റ്റ് ഇയറിൽ ഞാൻ എത്ര റെക്കഗ്നൈസ് ചെയ്യും? ഫസ്റ്റ് ഇയർ ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു ഈ 3 million എത്ര വർക്കേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ? 20%, which would be 600,000. That would be the profit I will be recognizing in the first year. Clear? Clear ആയോ? Okay. ഇനി ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. എവിടെ പോയി? ഓക്കെ, ഇവിടേക്ക് വലിച്ചു വിട്ടതാട്ടാ, സോറി. ഇനി ഞാൻ മൂന്നാമത്തെ നോക്കി. ഫസ്റ്റ് ഇയറിൽ ഞാൻ റെക്കഗ്നൈസ് ചെയ്തു. 3 വർഷം ഉണ്ടല്ലോ. ദിസ് ഈസ് ഫോർ ദ ഫസ്റ്റ് ഇയർ. എസ്റ്റിമേറ്റഡ് ടോട്ടൽ ഗ്രോസ് പ്രോഫിറ്റ് ഇത്രയാണെന്ന് കരുതുക. സോറി, ഞാൻ കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാമെന്ന് മാത്രം. Yeah. Look. Next. Year 2 ഞാൻ നോക്കി. Year 2 I have incurred 2 million. 2 million കോസ്റ്റ് ഇൻകർ ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ ഞാൻ കോസ്റ്റ് ടു കംപ്ലീറ്റ് എസ്റ്റിമേറ്റ് ചെയ്യാണ്. ഇനി 1 വർഷം കൂടിയല്ലേ ഉള്ളൂ.
So again ഒരു 2 million. So estimated cost to complete ആണ്. So in this case, look at this. ഇയർ ഒന്നാമത്തെ വർഷം 1 million കോസ്റ്റ് എടുത്തു, രണ്ടാമത്തെ വർഷം 2 million എടുത്തു. ഇനി ഞാൻ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ടു കംപ്ലീറ്റ് എത്രയാണ്? 2 million. സോ ഐ ഹാവ് ടു അഗെയിൻ കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ. ഇവിടെ ഞാൻ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതെന്തായിരിക്കും? വാട്ട് ഇസ് ഇറ്റ്? കോസ്റ്റ് ഇൻകേർഡ് ടിൽ ഡേറ്റ് എത്രയാ? 1 million പ്ലസ് യെസ് 1 million in the first year, 2 million in the second year, divided by total cost. Total cost എത്രയാ? നമ്മുടെ cost incurred till date 1 million plus 2 million plus estimated cost to complete എത്രയാ? 2 million. Yeah. So what is my percentage of completion? 3 million divided by 1 plus 2, 3, 3 plus 2, 5. Which is what? 60%. അല്ലേ? So എത്ര പ്രോഫിറ്റ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം? Till now I have completed 60 million. So എൻ്റെ 3 million ആണ് ഗ്രോസ് പ്രോഫിറ്റ്. അതിന്റെ 60% which is 1,800,000 അല്ലേ? ഇത്ര എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാം. ബട്ട് ദിസ് 60% രണ്ടാമത്തെ വർഷം വരെ കംപ്ലീറ്റ് ചെയ്തതാ. ഫ്രം ദിസ് 20% I have already recognized in the previous year. ഇനി അതിന് എത്രമാത്രം റെക്കഗ്നൈസ് ചെയ്യണം ഈ വർഷം? 1,800,000 minus 600,000 which I have already recognized in the previous period. The profit that I recognize in the second year is 1,200,000. Clear? Yeah. ഈ മൂന്നാമത്തെ വർഷത്തിലോട്ട് വരാം. ഇയർ 3 വരികയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഇൻകേർഡ് ഇൻ ഇയർ 3. ഈ മൂന്നാമത്തെ വർഷം ഞാൻ ഒരു 2 million കോസ്റ്റ് ഇൻകർ ചെയ്തു. എന്റെ കോൺട്രാക്ട് കഴിഞ്ഞു. 3 വർഷം കോൺട്രാക്ട് കഴിഞ്ഞു. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ടു കംപ്ലീറ്റ് എത്രയാ? എത്രയായിരിക്കും? ഇനിയൊന്നുമില്ല, 0. സോ എന്റെ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ എത്രയാ? കമ്പ്യൂട്ട് ചെയ്യേണ്ട 100% ആണെങ്കിലും കോസ്റ്റ് ഇൻകേർഡ് ടിൽ ഡേറ്റ് എത്രയാ? 1 million plus 2 million plus 2 million divided by again cost incurred till date. എത്ര വരും? 1 million plus 2 million plus 2 million plus 0. Estimated cost to complete എത്രയാ? 0. What is it? Percentage of completion is what? 100%. 3 million ആണ് എൻ്റെ ടോട്ടൽ ഗ്രോസ് പ്രോഫിറ്റ്. അതിന് എത്ര റെക്കഗ്നൈസ് ചെയ്യണം? 100% റെക്കഗ്നൈസ് ചെയ്യണം. സോ ദിസ് 3 million ഷുഡ് ബി റെക്കഗ്നൈസ്. ഈ ഒരു കാൽക്കുലേഷൻ ആവശ്യമില്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാ. ഫ്രം ദിസ് 3 million മുന്നത്തെ വർഷം ഞാൻ എത്ര റെക്കഗ്നൈസ് ചെയ്തു? ഫസ്റ്റ് ഇയറിൽ ഞാൻ 600,000 റെക്കഗ്നൈസ് ചെയ്തു. രണ്ടാമത്തെ വർഷത്തിൽ ഞാൻ 1,200,000 റെക്കഗ്നൈസ് ചെയ്തു. ഇനി എത്രമാത്രം റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി ബാക്കിയുണ്ട്? 1,200,000. Clear? സോ ഈ എൻ്റെ 3 million എന്ന് പറയുന്ന ഗ്രോസ് പ്രോഫിറ്റ് ഞാൻ 3 വർഷത്തിലായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. 600,000, 1,200,000, പിന്നെ 1,200,000 ആയിട്ട് 3 വർഷത്തിലോട്ടായിട്ട് ഞാൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ. സോ യാ, ഈ സ്റ്റെപ്പാണ് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. കോസ്റ്റ് ഇൻകേർഡ് ടു ഡേറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് ടു ഡേറ്റ് പ്ലസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ടു കംപ്ലീറ്റ് ഇൻടു എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ്. യെസ്, പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ ഇൻടു നമ്മുടെ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ്. അതിൽ നിന്ന് പ്രോഫിറ്റ് പ്രീവിയസ്ലി റെക്കഗ്നൈസ്ഡ്. ആ 1,800,000 നിന്ന് 600,000 കുറച്ചില്ലേ? സോ യു വിൽ ഗെറ്റ് ദ പ്രോഫിറ്റ് ടു റെക്കഗ്നൈസ് ഇൻ ദിസ് പീരീഡ്. Clear?
യെസ്. പ്രീവിയസ് ഫോർമുല കാണിക്കുവോ? ഓക്കെ, ഇത് ഏത് ടോട്ടൽ പ്രോഫിറ്റ് റെക്കഗ്നൈസ്ഡ് ടു ഡേറ്റ്? ഇത് രണ്ടാമത്തെ വർഷങ്ങളാണെങ്കിൽ ഓക്കെ ഓക്കെ, എടുത്തോളൂ, നോട്ട് ചെയ്തോളൂ. കഴിഞ്ഞോ? ഓക്കെ, ഓക്കെ. പ്രോഫിറ്റിന്റെ റെക്കഗ്നിഷൻ ആണ് ഞാൻ പറഞ്ഞത്. ബിഫോർ ഗോയിങ് ടു ദ റെക്കഗ്നിഷൻ ഓഫ് ലോസസ്, ലോസസ് ഇപ്പൊ തന്നെ പറയണോ അല്ലെങ്കിൽ ബ്രേക്കിന് ശേഷം പറയണോ? ഒരു 5 minutes ബ്രേക്ക് വന്നിട്ട് പറയണോ? എന്താ വേണ്ടത് നിങ്ങൾക്ക്? അറ്റ് എ ടൈം പോകുമ്പോ കുഴപ്പമുണ്ടോ? ബ്രേക്ക്, യാ, ഐ ഗോട്ട് ഇറ്റ്. കാരണം ഈ ഫോർമുലാസ് ഒക്കെ പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ബോർ അടിച്ചിട്ടുണ്ടാവും. യാ, ടേക്ക് 5 minutes ബ്രേക്ക് ആൻഡ് ഒന്ന് നടന്നിട്ടോ ഒന്ന് ഇരുന്നിട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെള്ളം ഒന്ന് കുടിച്ചിട്ടോ ഒക്കെ വേഗം വരിക. ഓക്കെ.
So can we begin? യെസ്, റെക്കഗ്നിഷൻ ഓഫ് ലോസസ്. ഇനി എന്താ പഠിച്ച പ്രോഫിറ്റ് നമ്മൾ പറഞ്ഞു. പ്രോഫിറ്റ് നമ്മൾ ഒരു പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ വെച്ചിട്ട് റെക്കഗ്നൈസ് ചെയ്യും. ബട്ട് വെൻ ഇൻ അറ്റ് എനി പോയിന്റ് ടൈം യു എസ്റ്റിമേറ്റ് എ ഗ്രോസ് ലോസ് എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ വെച്ച് നമ്മൾ നോക്കാൻ നിൽക്കില്ല. ദറ്റ് എൻറ്റയർ എസ്റ്റിമേറ്റഡ് ലോസ് വിൽ ബി റെക്കഗ്നൈസ്ഡ് ഇൻ ദ പീരിയഡ് വെൻ ഇറ്റ് ഈസ് നോൺ. അതാണ് പറയുന്നത്. An estimated loss on an entire project is recognized in full in the period when it becomes apparent that there will be a loss. ലോസ് ഉണ്ടാകുമെന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലോസ് ആ പീരീഡിൽ ഫുൾ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യും. സോ എത്ര മാത്രം ലോസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ളതിൻ്റെയാണ്. ടോട്ടൽ എസ്റ്റിമേറ്റഡ് ലോസ്, നമ്മൾ ടോട്ടൽ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചില്ലേ, അതേപോലെ ഗ്രോസ് പ്രോഫിറ്റ് പോലെ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ഫ്രം ദി കോൺട്രാക്ട് പ്രൈസ് മൈനസ് കോസ്റ്റ് ഇൻകേർഡ് ടിൽ ഡേറ്റ് മൈനസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലോസ് ആണ് കിട്ടുന്നെങ്കിൽ ഫ്രം ദ ടോട്ടൽ എസ്റ്റിമേറ്റഡ് ലോസ് മൈനസ് കുറച്ച് പ്രോഫിറ്റ്സ് ഒക്കെ നമ്മൾ പ്രീവിയസ്ലി റെക്കഗ്നൈസ് ചെയ്തിട്ടില്ലേ, അതൊക്കെ നമ്മൾ കുറച്ച് കളയണം. അതും കൂടെ കുറച്ചിട്ട് റിമൈനിങ് ലോസ് ടു റെക്കഗ്നൈസ് ദിസ് ഈ പീരീഡിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ട ലോസ് ആണ്. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് വി ഹാവ് ടു ഇതുവരെ നമ്മൾ കുറച്ച് പ്രോഫിറ്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്, അതിനെ ഡീ റെക്കഗ്നൈസ് ചെയ്ത് കളയാം. എന്നിട്ട് ഈ വർഷം ലോസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്, മനസ്സിലായി? നമുക്ക് അതൊന്നും വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ടോട്ടൽ എസ്റ്റിമേറ്റഡ് ലോസ് ഫ്രം എ കോൺട്രാക്ട്, അതായത് കോൺട്രാക്ട് പ്രൈസിൽ നിന്ന് എസ്റ്റിമേറ്റഡ് ടോട്ടൽ കോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, എസ്റ്റിമേറ്റഡ് ടോട്ടൽ കോസ്റ്റ് എന്താ? ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് ടിൽ ഡേറ്റ് മൈനസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ടു കംപ്ലീറ്റ് ഇൻ ഫ്യൂച്ചർ. അത് കംപ്ലീറ്റ് നമുക്ക് ലോസ് ആണ്. എത്ര ലോസ് ഇവിടെ കിട്ടിയേക്കണേ? 100,000. ഈ 100,000 നമ്മൾ പ്രീവിയസ്ലി ഈ കോൺട്രാക്ട് ഇതുവരെ നമുക്ക് ലോസ് ഉണ്ട്, പക്ഷെ മുന്നത്തെ വർഷം നമ്മൾ കുറച്ച് പ്രോഫിറ്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി പ്രോഫിറ്റ് ഉണ്ട് കോൺട്രാക്റ്റിൽ നിന്ന്. നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രോഫിറ്റ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. സോ ടോട്ടൽ ലോസ് എത്രയാണ്? മുന്നത്തെ വർഷം റെക്കഗ്നൈസ് ചെയ്ത പ്രോഫിറ്റിനെ നമ്മൾ ഡീ റെക്കഗ്നൈസ് ചെയ്യണം. അതിനെ നമ്മൾ ലോസ് ആക്കി കൺവേർട്ട് ചെയ്യണം. പ്ലസ് ഈ വർഷം എത്ര ലോസ് വരും നോക്കാം. ഈ വർഷം 100,000 ലോസ് വന്നു. മുന്നത്തെ വർഷം നമ്മളൊരു 150,000 പ്രോഫിറ്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്, അതിനെയും കൂടെ കുറയ്ക്കുക. സോ ടോട്ടലി നമ്മൾ എത്ര റെക്കഗ്നൈസ് ചെയ്യണം? 250,000 ആകും. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഈ 150 കുറച്ചു, ഈ വർഷം വരുന്ന 100,000 മൊത്തം ലോസ് 100,000 ആയിട്ട് മാറി. അതാണ് അവിടെ ചെയ്തിട്ടുള്ളത്. സോ ടോട്ടൽ ലോസ് 250,000 റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് മുന്നത്തെ വർഷം റെക്കഗ്നൈസ് ചെയ്ത 150,000 കുറയ്ക്കുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എന്താകും? സോറി, നമ്മുടെ ലോസ് എന്താകും? 100,000 ആയിരിക്കും. സോ നിങ്ങൾ വിചാരിക്കരുത് ലോസ് 100,000 ഉള്ളൂ, പക്ഷെ 250,000 എന്തുകൊണ്ടാണ് ചെയ്തതെന്ന്. ഈ 250,000 ഈ 150,000 മുന്നത്തെ വർഷം നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത പ്രോഫിറ്റിനെ ഡീ റെക്കഗ്നൈസ് ചെയ്യാണ്, ക്യാൻസൽ ചെയ്ത് കളയാണ് ചെയ്യുന്നത്. സോ അതിനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും കൂട്ടി ചെയ്യുക. സോ 250,000 വിൽ ബി അവർ ലോസ്. നെറ്റ് എഫക്ട് എത്രയായിരിക്കും? നമ്മുടെ ലോസ് 100,000 തന്നെ ആയിരിക്കും. ക്ലിയർ ആയോ? യെസ്. ഇവിടെ പ്ലസ് എന്തുകൊണ്ട് യൂസ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നെഗറ്റീവ് ബ്രാക്കറ്റിൽ ഫിഗർ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ 100,000 പ്ലസ് 150,000 250,000 ബ്രാക്കറ്റ് ഇടുന്നുണ്ട്. നെഗറ്റീവ് സൈൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 100,000 മൈനസ് 150,000 ആയിട്ട് ഇടും. അതിന് ആ ബ്രാക്കറ്റ് ഇട്ടിട്ടും ബ്രാക്കറ്റ് ഇല്ലാതെ കാണിച്ചേക്കുന്നതാണ്. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ലോസ് ടു റെക്കഗ്നൈസസ് നമ്മൾ എത്ര ലോസ് എസ്റ്റിമേറ്റ് ചെയ്തു അതിന്റെ കൂട്ടത്തില് മുന്നത്തെ വർഷത്തെ പ്രോഫിറ്റ് കൂടെ ഡീ റെക്കഗ്നൈസ് ചെയ്യുക. സോ അതും കൂടെ ചേർത്തിട്ട് ടോട്ടൽ നമ്മൾ ലോസ് റെക്കഗ്നൈസ് ചെയ്യുക. നിങ്ങൾ ഇവിടെ മൈനസ് ചെയ്ത് ഇവിടെ പ്ലസ് ചെയ്തെന്ന് വിചാരിക്കുന്ന കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ? മുന്നത്തെ വർഷത്തെ പ്രോഫിറ്റിനെ കൂടെ ഡീ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റിനെ നമ്മൾ ലോസ് ആക്കി മാറ്റും. പിന്നെ ഈ വർഷത്തെ ലോസും കൂടെ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള ലോസും കൂടെ ആഡ് ചെയ്യും. ദാറ്റ് വുഡ് ബി ദ ടോട്ടൽ. കാരണം ഇപ്പൊ 3 വർഷത്തെ കോൺട്രാക്റ്റിൽ ആദ്യത്തെ വർഷം നമ്മൾ നോക്കിയപ്പോൾ ഓക്കെ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആ പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ വെച്ചിട്ട് ഗ്രോസ് പ്രോഫിറ്റ് റെക്കഗ്നൈസ് ചെയ്യും. രണ്ടാമത്തെ വർഷം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ലോസ് ആണ് വരുന്നത് ആ കോൺട്രാക്റ്റിൽ നിന്ന്. സോ ഐ ഹാവ് ടു റെക്കഗ്നൈസ് ദ എൻറ്റയർ ലോസ് അല്ലേ? എൻറ്റയർ ലോസ് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ മുന്നത്തെ വർഷം ഞാൻ ഒരു പ്രോഫിറ്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടല്ലോ, അതിനെയും കൂടെ ചേർത്തിട്ട് ടോട്ടൽ കോൺട്രാക്റ്റിനെ ലോസ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം. Okay, this is how we have to recognize losses.
അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഡി റെക്കഗ്നൈസിങ് ഓഫ് ദ പ്രീവിയസ്ലി റെക്കോർഡഡ് പ്രോഫിറ്റ്, അതാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. യാ, ബാലൻസ് നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് നോക്കല്ലത്. Can I move forward with this topic? Yeah. ബാലൻസ് ഷീറ്റിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യും. എന്താ, വി നോ ദാറ്റ് രണ്ട് അക്കൗണ്ട് ഉണ്ട്. പോയിന്റ് ഇൻ ടൈം പറഞ്ഞ മാതിരി തന്നെ കൺസ്ട്രക്ഷൻ പ്രോസസ് ഉണ്ട്, ബില്ലിങ്സ് ഓൺ കൺസ്ട്രക്ഷൻ ഇൻ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. So construction process, as we said earlier, it is an asset account, and billings on construction in process is a liability account. So നമ്മൾ എന്ത് ചെയ്യും, നെറ്റ് ചെയ്തിട്ടായിരിക്കും റിപ്പോർട്ട് ഉണ്ടാവുക. If construction process is greater than billings in construction process, അതായത് അസറ്റ് ഗ്രേറ്റർ ദാൻ ലയബിലിറ്റി എന്ന് പറയുമ്പോൾ നെറ്റ് എഫക്ട് നമ്മൾക്ക് അസറ്റ് ആണ്. ആ ഡിഫറൻസ് നമ്മൾ കോൺട്രാക്ട് അസറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യും. എന്താ പേര് ഇവിടെ? കോസ്റ്റ് ആൻഡ് എസ്റ്റിമേറ്റഡ് ഏർണിംഗ്സ് ഓഫ് ഇൻ പ്രോസസ് ഓവർ ടൈം കോൺട്രാക്ട് ഇൻ എക്സസ് ഓഫ് റിലേറ്റഡ് ബില്ലിങ്സ്. കോസ്റ്റ് ആൻഡ് എസ്റ്റിമേറ്റഡ് ഏർണിംഗ്സ് അതില്ലേ, കൺസ്ട്രക്ഷൻ ഇൻ പ്രോസസ് ഗ്രേറ്റർ ദാൻ റിലേറ്റഡ് ബില്ലിങ്സ് ഇൻ പ്രോസസ്, എന്ത് കോൺട്രാക്ട്? ഇൻ പ്രോസസ് ഓവർ ടൈം കോൺട്രാക്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ടെർമിനോളജി ഒക്കെ യൂസ് ചെയ്യാം. ഓർ മറ്റെന്തെങ്കിലും ഒരു ടേം നമ്മൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നെറ്റ് കോൺട്രാക്ട് അസറ്റ് എന്നോ നെറ്റ് കോൺട്രാക്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യാം. ഇഫ് കൺസ്ട്രക്ഷൻ ഇൻ പ്രോസസ് ഇസ് ലെസ് ദാൻ BCP, billings in construction in process, the difference is reported as a contract liability. കോൺട്രാക്ട് ലയബിലിറ്റി ആയിട്ടായിരിക്കും അതിന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം. The line item used will be called in the billings on in process overtime contracts in excess of related cost and estimated earnings. അതിന് അങ്ങോട്ട് തിരിച്ചിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. Isn't it same as point in time? Yeah, point in time പോലെ തന്നെ സെയിം ആണ്. പക്ഷേ ഈ എമൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആയിരിക്കും അല്ലേ. പോയിന്റ് ഇൻ ടൈം ഒക്കെ സെയിം ആണ്. ഓൺലി ഡിഫറൻസ് ഇസ് ദ റെക്കഗ്നിഷൻ ഓഫ് റവന്യൂ ഗ്രോസ് പ്രോഫിറ്റ്. ഇതിൽ ഈ കൺസ്ട്രക്ഷൻ പ്രോസസ്സും ബില്ലിങ്സ് ഇൻ പ്രോസസ്സും സെയിം പോലെ തന്നെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. പക്ഷേ ഈ പോയിന്റ് ഇൻ ടൈം ആണെങ്കിൽ റവന്യൂവും ഗ്രോസ് പ്രോഫിറ്റും ഒക്കെ എപ്പോഴേ റെക്കഗ്നൈസ് ചെയ്യുള്ളൂ? ആ ഒരു പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം. പക്ഷേ ഈ നമ്മുടെ ഓവർ ടൈം ആണെങ്കിലോ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഡിഫറൻസ് വരും. റവന്യൂവും ഗ്രോസ് പ്രോഫിറ്റും ഒക്കെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കും കോൺട്രാക്ടിന്റെ കാലയളവിൽ. ദാറ്റ്സ് ദ ഡിഫറൻസ്. ക്ലിയർ ആയോ കൃഷ്ണപ്രിയ? ഓക്കെ. യെസ്, നമ്മൾ റെക്കഗ്നീഷനും മെഷർമെന്റും ഒക്കെയാ പറഞ്ഞത്. ഇനി എന്താ, ഡിസ്ക്ലോഷർ ഉണ്ട്. എങ്ങനെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം ഇൻ അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. സോ യു നോ ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്തിനാ? നമ്മൾ ഈ ഒരു സെന്റൻസ് ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട്. സോ ത്രൂ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വാട്ട് ഇസ് വി ആർ ഇന്റൻഡഡ് ടു പ്രൊവൈഡ്? വി ആർ ഇന്റൻഡഡ് ടു പ്രൊവൈഡ് സഫിഷ്യന്റ് ഇൻഫോർമേഷൻ ടു എനേബിൾ യൂസേഴ്സ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ, amount, timing and uncertainty of revenue and cash flows arising from the contract with customers. കസ്റ്റമേഴ്സുമായിട്ടുള്ള കോൺട്രാക്റ്റിൽ നിന്ന് നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന റവന്യൂ, അതിൻ്റെ നേച്ചർ എത്രയാണ്, എമൗണ്ട് എത്രയാണ്, ടൈമിംഗ് എപ്പോഴാണ്, സർട്ടനിറ്റി ആസ് വെൽ അൺസർട്ടനിറ്റി ആസ് വെൽ, അതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് യൂസേഴ്സിന് ഇതിനെ പറ്റിയിട്ടുള്ള സഫീഷ്യന്റ് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ദാറ്റ്സ് വാട്ട് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സോ റവന്യൂ റെക്കഗ്നിഷൻ ഈ വക കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. So both quantitative as well as qualitative information needs to be disclosed. അല്ലെ, എല്ലാ ഇൻഫോർമേഷനും സഫീഷ്യന്റ് ഇൻഫോർമേഷന് ആസ് ഫാർ ആസ് എൻ ഓർഗനൈസേഷൻ ഇസ് കൺസേൺ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻസ് ഉണ്ടാകും. നമ്മൾക്ക് നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന, മണിയിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ഇൻഫോർമേഷൻസ് ഉണ്ടായിരിക്കും. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻസ് ഉണ്ടായിരിക്കും. ലൈക്ക് അതും കൂടെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുക. ചിലപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ അലോൺ കുഡ് നോട്ട് പ്രൊവൈഡ് ദി എൻറ്റയർ പിക്ചർ. സോ ഇറ്റ് ഹാസ് ടു ബി സപ്ലിമെന്റഡ് വിത്ത് ദ ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷൻ. സോ വി ഹാവ് ടു പ്രൊവൈഡ് ദാറ്റ് ഓൾസോ. സോ അങ്ങനത്തെ ഇൻഫോർമേഷൻ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണം? ഫസ്റ്റ്, റവന്യൂ റെക്കഗ്നൈസ്ഡ് ഫ്രം കോൺട്രാക്ട്സ് വിത്ത് കസ്റ്റമേഴ്സ്, including the disaggregation of revenue into appropriate categories, presentation of opening and closing balances in contract assets and contract liabilities, and significant information related to performance obligations in the contract. അതായത് കസ്റ്റമേഴ്സുമായിട്ടുള്ള കോൺട്രാക്റ്റിൽ നിന്ന് how much of revenue you have recognized, and it must include what disaggregation means, separation.
സെപ്പറേഷൻ ഓഫ് ദിസ് റവന്യൂ ഇൻ ടു അപ്രോപ്രിയറ്റ് കാറ്റഗറീസ്. റവന്യൂ പല പല കാറ്റഗറിയിലായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. മേ ബി സർവീസ് റവന്യൂ, മേ ബി ഫ്രം സെയിൽസ് റവന്യൂ, വാട്ട് എവർ ഇറ്റ് മേ ബി. അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. ആൻഡ് കറണ്ട് കോൺട്രാക്ട് അസറ്റ് ഉണ്ട്, ലൈബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പ്രസന്റ് ഓപ്പണിംഗ് ബാലൻസ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഒക്കെ നമ്മൾ അതിന് കാണിച്ചിട്ടുണ്ടായിരിക്കണം. ആൻഡ് all other informations, important information relating to the performance obligation in the contract, അതിനെക്കുറിച്ചുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ്, the significant judgments made and changes in the judgments made in applying the guidance in the ASC 606 to contracts, including judgments that affect the determination of the transaction price, the allocation of the transaction price, and the determination of the timing of the revenue. So, നമ്മൾ പെർഫോമൻസ് ഒബ്ലിഗേഷന്റെ കേസ് പറഞ്ഞപ്പോൾ, റവന്യൂ റെക്കഗ്നിഷൻ പറഞ്ഞപ്പോൾ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് 5 സ്റ്റെപ്പ് ഉണ്ടല്ലോ. ഐഡന്റിഫൈ ദ കോൺട്രാക്ട് വിത്ത് ദ കസ്റ്റമർ, പെർഫോമൻസ് ഒബ്ലിഗേഷൻസ് തരംതിരിക്കുക, സെപ്പറേറ്റ് ചെയ്യുക, ട്രാൻസാക്ഷൻ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുക. ഈ ട്രാൻസാക്ഷൻ പ്രൈസിന് ഓരോ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഒബ്ലിഗേഷൻസിലോട്ട് അതിന്റെ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് പ്രകാരം നമ്മൾ അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ്, റെക്കഗ്നേഷൻ ഓഫ് ദി റവന്യൂ. സോ ഈ ട്രാൻസാക്ഷൻ പ്രൈസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ജഡ്ജ്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും. ലൈക്ക് നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റ് പ്ലസ് അതിനൊരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. സോ ദ പ്രോഫിറ്റ് ദാറ്റ് വി എസ്റ്റിമേറ്റ് ഇസ് എ ജഡ്ജ്മെന്റ് അല്ലേ, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത്. പിന്നെന്താ, ഈ ട്രാൻസാക്ഷൻ പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മൾ നടത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ്സും ജഡ്ജ്മെന്റ്സും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. പിന്നെ this transaction price has to be allocated to the performance obligations based on suitable basis or standalone selling price, ഏതെങ്കിലും ബേസിസിൽ നമ്മൾ അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കണം. സോ ഓരോന്നിന്റെ സ്റ്റാൻഡലോൺ സെല്ലിംഗ് പ്രൈസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ടൈമിംഗ് ഓഫ് ദ റവന്യൂ നമ്മൾ എപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നു, ആ ടൈമിങ്ങിനെ പറ്റി നമ്മുടെ ജഡ്ജ്മെന്റ്സും എസ്റ്റിമേറ്റ്സും എല്ലാം നമ്മൾ അവിടെ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. സോ ഇൻ ടോട്ടാലിറ്റി ഓൾ അവർ ജഡ്ജ്മെന്റ്സ്, എസ്റ്റിമേറ്റ്സ്, ഓൾ അവർ സോ ഈ ഒരു കോൺട്രാക്റ്റിൽ അപ്ലൈ ചെയ്ത് നമ്മുടെ ജഡ്ജ്മെന്റ്സും എസ്റ്റിമേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ്, any assets recognized from the cost to obtain or fulfill a contract with the customer, including the closing balances of the assets recognized to obtain or fulfill a contract, the amount of amortization recognized, and the method used for amortization. ഒരു കസ്റ്റമറുമായിട്ടുള്ള ഒരു കോൺട്രാക്ട് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും അസറ്റ്സ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അസറ്റിന്റെ കാര്യം, അതിന്റെ ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അസറ്റ് ആണെന്നുണ്ടെങ്കിൽ മേ ബി അസറ്റ് ഫ്രം ദ കോസ്റ്റ് ടു ഒബ്റ്റെയിൻ ഓർ ഫുൾഫിൽ എ കോൺട്രാക്ട്, മേ ബി ഒരു കോൺട്രാക്ട് നമ്മൾ ഫുൾഫിൽ ചെയ്യുന്ന സമയത്ത് വി നോ ദാറ്റ് അതൊരു റൈറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്, റൈറ്റ്. ആ ഒരു റൈറ്റിന് നമ്മൾ എന്താ പറയുന്നത്, ഇറ്റ്സ് യൂഷ്വലി ടേംഡ് ആസ് എൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. അപ്പൊ അതിന് അമോർട്ടൈസേഷൻ ആണ് ഉണ്ടാവുക. അപ്പൊ ആ ഒരു അമോർട്ടൈസേഷൻ നമ്മൾ എത്ര എമൗണ്ട് അമോർട്ടൈസ് ചെയ്യുന്നുണ്ട്, ഏത് മെത്തേഡിലാണ് അമോർട്ടൈസ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ? So just read it. Okay. Just a moment. Okay, so clear with the revenue recognition? Doubts എന്തെങ്കിലും ഉണ്ടോ, clarification എന്തെങ്കിലും ആവശ്യമുണ്ടോ before moving on to the next topic? Clear ആണോ? Doubts ഒന്നുമില്ല? So revenue statement അടുത്ത എലമെന്റ്
റവന്യൂവും ഇൻകം കഴിഞ്ഞു. അടുത്തത് എന്താ, നമ്മുടെ എക്സ്പെൻസ് റെക്കഗ്നിഷൻ. എക്സ്പെൻസ് ആണ് നമ്മൾ. ദാറ്റ്സ് ദ മെയിൻ ടോപ്പിക് ഫോർ ടുഡേ. സോ റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ പോലെ തന്നെ ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ മാച്ചിങ് പ്രിൻസിപ്പിൾ. ആ മാച്ചിങ് പ്രിൻസിപ്പിളിനെ തന്നെയാണ് expense recognition principle എന്ന് പറയാം. So this expense recognition principle is commonly called as what? Matching principle. So what does matching principle says that the expense should match with the revenues. So suppose you are recording an item as a revenue this period, so you must also record all related cost incurred in generating that revenue. Revenue നമ്മൾ ഒരു പീരീഡിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ all cost which we have incurred in ജനറേറ്റിംഗ് ദറ്റ് റവന്യൂ, ആ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വന്നിട്ടുള്ള എക്സ്പെൻസസുകൾ, കോസ്റ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടിരിക്കണം. ഇൻ ദ പീരീഡ് ഇൻ വിച്ച് ദ റവന്യൂ ഇസ് റെക്കഗ്നൈസ്ഡ്. ഏത് പീരീഡിലാണോ റെക്കഗ്നൈസ് ചെയ്യുന്നത് റവന്യൂ, ആ പീരീഡിൽ തന്നെ ആ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ, റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റുകളൊക്കെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. സോ എക്സ്പെൻസ് ഷുഡ് ബി recognized in a period, during a period, as a result of transferring control of goods or service to customers and recognizing the associated revenue during that period. So നമ്മുടെ മെയിൻ ബിസിനസ് എന്താ, റവന്യൂ ആക്ടിവിറ്റി എന്താണ്, സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സും സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ, സെയിൽ നടത്തുമ്പോൾ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു. ആ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് കോസ്റ്റുകൾ വന്നിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ടായിരിക്കും, നമ്മൾ ഗുഡ്സും സർവീസസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് കോസ്റ്റ് ഉണ്ടായിരിക്കണം. സെയില് നടത്തണം എന്നുണ്ടെങ്കിൽ സെല്ലിംഗ് എക്സ്പെൻസ്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, അഡ്മിനിസ്ട്രേഷൻ, മറ്റു കുറെ എക്സ്പെൻസസുകളൊക്കെ ഉണ്ടാകും. All these expenses are in a way directly or indirectly related or incurred in generating this revenue, അല്ലേ? So all that expenses must be recognized on the period in which the revenue is recognized. അതന്നെയാണ് പറയുന്നത്. അതന്നെയാണ് നമ്മുടെ മാച്ചിങ് പ്രിൻസിപ്പിൾ, എക്സ്പെൻസ് മാച്ച് ടു റവന്യൂ. സോ നമ്മൾ എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ വി വിൽ ബി ഫോളോയിങ് 3 മെത്തേഡ്. 3 മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യും. അതാണ് ഒരു മൂന്ന് വേസ് ഓർ 3 റീസൺസ് നമുക്ക് പറയാവുന്നതാണത്. കോസ് ആൻഡ് എഫക്ട്. കോസ് ആൻഡ് എഫക്ട് വെച്ചിട്ട്, കോസ് മീൻസ് ഒരു കാരണം, എഫക്ട് ഇസ് ദ അതിന്റെ പരിണാമം, കാരണം പരിണാമം അനുസരിച്ചിട്ട്. The cost of an item sold is recognized as cost of goods sold when the sale of the item contributes to revenue. ഒരു ഗുഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു കോസ്റ്റ് ഉണ്ടാകുമ്പോഴാണല്ലോ അതിനെ നമ്മൾക്ക് വിറ്റിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ വെൻ യു ജനറേറ്റ് ദിസ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, അത് ആ ഒരു എഫക്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു കോസ്റ്റ് എന്താ, that cost you have incurred, cost of goods sold is already incurred in producing that product for sale. സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് കോസ്റ്റ് ഇൻകർ ചെയ്തിട്ടുള്ളത്. So without incurring that cost of goods sold, we could not generate that finished product. അങ്ങനെ ജനറേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് അത് വിറ്റിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ കോസ്റ്റ് ആൻഡ് ഇഫക്ട് റിലേഷൻഷിപ്പ് ഇസ് ദ ഫസ്റ്റ് വൺ. നെക്സ്റ്റ്, സിസ്റ്റമാറ്റിക് ആൻഡ് റാഷണൽ അലോക്കേഷൻ. സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂട്ടബിൾ ബേസിസിൽ നമ്മൾ അലൊക്കേറ്റ് ചെയ്യുന്നു. ലൈക്ക് ഡിപ്രീസിയേഷൻ റിലേറ്റഡ് ടു നെറ്റ് ചേഞ്ചസ് ഇൻ അസറ്റ്. ഡിപ്രീസിയേഷൻ എക്സ്പെൻസീവ്. സോ അസറ്റ് എന്തിനാണ് നമ്മൾ അക്വയർ ചെയ്യുന്നത്? സപ്പോസ് യു ഹാവ് പർച്ചേസ്ഡ് മെഷീനറി, that machinery is actually purchased in generating അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീനറി പർച്ചേസ് ചെയ്യുന്നത്. സോ ദറ്റ് കോസ്റ്റ് ഓഫ് ദ മെഷീനറി is actually incurred in generating this revenue എന്ന് വെച്ചിട്ട് the machinery is used is spread over ഒരു ഇൻഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിലോട്ട് അതിന് മെഷീനറിയുടെ യൂസ് ഉണ്ട്. ഒരു ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിലാണ് മെഷീനറി യൂസ് ചെയ്യുന്നത്. സോ ആ മെഷീനറി യൂസ് ചെയ്തിട്ട് 1 വർഷം 2 വർഷം എന്നല്ല, കുറച്ച് വർഷങ്ങളിലോട്ട് നമ്മൾ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ we could not recognize the entire cost of this machinery in the period. ഫസ്റ്റ് വർഷം ആദ്യത്തെ തന്നെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല, because the revenue from the use of machinery is generated for a number of periods, right? So I have to defer that cost to a number of periods. That's why using a systematic or rational basis you will be charging depreciation. അതായത് the cost of the asset will be brought to the income statement on a rational and systematic basis. അതാണ് ഡിപ്രീസിയേഷൻ. അല്ലെങ്കിൽ അമോർട്ടൈസേഷൻ ഉണ്ടായിരിക്കും. അതാണ് സിസ്റ്റമാറ്റിക് ആൻഡ് റാഷണൽ അലൊക്കേഷൻ. അതുവഴിയും നമ്മൾക്ക് എക്സ്പെൻസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് റെക്കഗ്നൈസ് ചെയ്യാം. നെക്സ്റ്റ് എന്താ, ഇമ്മീഡിയറ്റ് റെക്കഗ്നിഷൻ. ഇമ്മീഡിയറ്റ് ഒരു എക്സ്പെൻസ് നമ്മൾ ഇൻകർ ചെയ്തു, അപ്പൊ അതിനെ റെക്കഗ്നൈസ് ചെയ്യും. വെൻ ഇഫ് an expense will not provide future benefit, ഫ്യൂച്ചറിൽ യാതൊരു ബെനിഫിറ്റും കിട്ടില്ല. ഇപ്പൊ കിട്ടിയ ബെനിഫിറ്റ് ഓക്കെ, ഫ്യൂച്ചറിൽ വേറെ ഒന്നും കിട്ടില്ല. സപ്പോസ് ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തത്
സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെലിവറി ട്രക്കിലാക്കി ഞാൻ വിടുകയാണ്. ആ ഡെലിവറി ട്രക്കിന് ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ഒക്കെ പേ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് അത് ഇപ്പൊ പേ ചെയ്ത ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഫ്യൂച്ചറിൽ എനിക്ക് ബെനിഫിറ്റ് ചെയ്യോ? ഇല്ല. ഇപ്പൊ തന്നെ ഈ പീരീഡിൽ എപ്പൊ പേ ചെയ്തോ അപ്പൊ ബെനിഫിറ്റ് ചെയ്യും. അടുത്ത തവണ നമുക്ക് ബെനിഫിറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും പേ ചെയ്യേണ്ടി വരും, വീണ്ടും ഇൻകർ ചെയ്യേണ്ടി വരും. സോ ഇഫ് an expense will not provide future benefit, ഫ്യൂച്ചറിൽ യാതൊരു ബെനിഫിറ്റും പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ that expense must be recognized immediately. മനസ്സിലായോ? കോസ്റ്റ് ആൻഡ് എഫക്ട്, സിസ്റ്റമാറ്റിക് ആൻഡ് റേഷണൽ അലോക്കേഷൻ, immediate recognition. These are the three methods or three ways in which the expenses will be recognized in the income statement. Yes, okay. ഇനി അടുത്ത എന്താ? എക്സ്പെൻസ് ഉണ്ട്. ഇനി ഇൻകത്തിനെ അഫക്ട് ചെയ്യുന്ന വേറെ കാര്യങ്ങൾ ഏതൊക്കെയാ? ഗെയിൻസ് ആൻഡ് ലോസസ്. റവന്യൂവിൽ നിന്ന് നമ്മൾ എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഇൻകം കിട്ടുന്നത്. അപ്പൊ മറ്റ് ഗെയിൻസും ലോസസ് എന്തൊക്കെയാണ്? So gains are increases in equity as a result of transactions that are not part of the company's main or central operations and that not result from revenues or investments by the owners of the entity. And the gains പറയുന്നത് increases in equity. Gains actually നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ നെറ്റ് പ്രോഫിറ്റ് എവിടേക്കാ പോകുന്നുണ്ടാവുക? റീറ്റെയിൻഡ് ഏർണിംഗ്സിൽ. സോ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ അത് എവിടെയാ അഫക്ട് ചെയ്യുക? നമ്മുടെ റീറ്റെയിൻഡ് ഏർണിംഗ്സ് കൂടും. ഇക്വിറ്റി, റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഇസ് എ പാർട്ട് ഓഫ് ഇക്വിറ്റി. So equity get increased. So അതാണ് പറയുന്നത് gains are increases in equity. എങ്ങനെയാ വരുന്നത്? As a result of transactions that are not part of the company's main or central operation. കമ്പനിയുടെ മെയിൻ ഓപ്പറേഷൻ അല്ലെങ്കിൽ സെൻട്രൽ ഓപ്പറേഷൻസിന്റെ ഭാഗമല്ലാത്ത ചില ട്രാൻസാക്ഷൻസ് നടത്തുന്നത് വഴിയിട്ട് ഉണ്ടാകുന്ന ഗെയിൻസ് ആണത്. സോ എങ്ങനെയാ? സപ്പോസ് ഞാനൊരു ട്രേഡിംഗ് കൺസേൺ, ഒരു റെസ്റ്റോറന്റ് ആണെങ്കിൽ മൈ മെയിൻ ബിസിനസ് ഇസ് വാട്ട്? ഫുഡ് ഉണ്ടാക്കുക, ഫുഡ് വിൽക്കുക, അതിൽ നിന്നുള്ള റവന്യൂ എനിക്ക് ജനറേറ്റ് ചെയ്യാം. പക്ഷേ എന്റെ കുറച്ച് പഴയ ഫർണിച്ചർ ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് വിറ്റു. ദാറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് മെയിൻ സെൻട്രൽ ഓപ്പറേഷൻ അല്ലേ? എന്റെ മെയിൻ ഒരു ഓപ്പറേഷൻ അതേ അല്ല, പക്ഷെ ഐ ഹാവ് മെയ്ഡ് എ ട്രാൻസാക്ഷൻ. സോ അതിൽ നിന്ന് കിട്ടുന്ന ഗെയിൻ ദാറ്റ് നോട്ട് റിസൾട്ട് ഫ്രം റവന്യൂസ് ഓർ ഇൻവെസ്റ്റ്മെന്റ്സ് ബൈ ദി ഓണേഴ്സ് ഓഫ് ദി എൻറ്റിറ്റി. ഓണേഴ്സുമായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻസ് വഴി ഉണ്ടാകുന്ന റവന്യൂസും ഇൻവെസ്റ്റ്മെന്റ്സും ഒന്നുമല്ല. ബട്ട് ഇറ്റ് ഈസ് നോൺ ഓണർ ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. കമ്പനിയുടെ മെയിൻ അല്ലെങ്കിൽ സെൻട്രൽ ഓപ്പറേഷൻസുമായിട്ടുള്ളതല്ല. അങ്ങനെ ഇൻകറേജ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് വഴി ഉണ്ടാകുന്നതാണ് ഗെയിൻസ് എന്ന് പറയുന്നുണ്ടാവുക. സോ ദാറ്റ് ഈസ് ഗെയിൻസ്. ഇനി ലോസസ് എന്താ? ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെ പറയാം. ഡിക്രീസസ് ഇൻ ഇക്വിറ്റി. ഇഫ് ഗെയിൻസ് ആർ ഇൻക്രീസസ് ഇൻ ഇക്വിറ്റി, വാട്ട് വുഡ് ബി ലോസസ്? ഡിക്രീസസ് ഇൻ ഇക്വിറ്റി ആസ് എ റിസൾട്ട് ഓഫ് transactions that are not part of the company's main or central operations and that don't result from റവന്യൂസിന് പകരം എക്സ്പെൻസസും ഇൻവെസ്റ്റ്മെന്റ്സിന് പകരം ഡിസ്ട്രിബ്യൂഷൻസ് മെയ്ഡ് ടു ഓണേഴ്സ് ഓഫ് ദ എൻറ്റിറ്റി. അത്രമാത്രം ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, റിലേറ്റ് ചെയ്ത് പഠിക്കുക. ഇൻക്രീസസ് ഇൻ ഇക്വിറ്റി ആണെങ്കിൽ ഇവിടെ എന്താ? ഡിക്രീസസ് ഇൻ ഇക്വിറ്റി. ഇവിടെ റവന്യൂസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് കമ്പനിയുടെ മെയിൻ പാർട്ട് അല്ല. ഡിഫറൻസ് എന്താ? ഇവിടെ റവന്യൂസും ഇൻവെസ്റ്റ്മെന്റ്സ് ആണെങ്കിൽ ഇവിടെ എക്സ്പെൻസസ് ഡിസ്ട്രിബ്യൂഷൻസ്. എക്സ്പെൻസ് അല്ലേ? അങ്ങോട്ട് പേ ചെയ്തല്ലേ. Losses, decrease in equity that are not part of the company's main or central operations that do not result from expense or distributions made to owners of the entity. That is the difference between revenues and gains and between expenses and losses depends on the company's typical activity. അതായത് എക്സ്പെൻസസ് എന്താ? കമ്പനിയുടെ മെയിൻ ഓപ്പറേഷൻസിൽ നമ്മൾക്ക് വരുന്ന കാര്യങ്ങളാണ്. ലോസസ് കമ്പനിയുടെ മെയിൻ സെൻട്രൽ ഓപ്പറേഷൻസ് അല്ല. അപ്പോൾ ഈ റവന്യൂവും ഗെയിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഗെയിനും നമുക്ക് കിട്ടുന്നത് തന്നെയാണ്. എക്സ്പെൻസും ലോസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് ദി കമ്പനീസ് മെയിൻ ഓർ സെൻട്രൽ ഓപ്പറേഷൻസ്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞ എന്താ? ദ സെയിൽ ഓഫ് എ പ്രൊഡക്റ്റ് ആസ് എ പാർട്ട് ഓഫ് കമ്പനീസ് നോർമൽ ഓപ്പറേഷൻസ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് റവന്യൂ. യെസ്, നമ്മളിപ്പോ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വിൽക്കുന്ന ക്ലോത്ത്സിൽ നിന്ന് കിട്ടുന്ന ഡ്രസ്സസിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെ നമ്മൾക്ക് ഗെയിൻ ആയിട്ടല്ല ട്രീറ്റ് ചെയ്യുക. ഇറ്റ് ഇസ് the main operation, central operation of the company, so it is a revenue. However, the sale of a fixed asset formerly used in the company's operations is not part of the company's regular operation, so the excess of the amount received for the asset over book value is a gain, not revenue. നമ്മുടെ ഒരു ഫിക്സ്ഡ് അസറ്റ് ഉണ്ട്, ഫിക്സ്ഡ് അസറ്റ് ഞാൻ വിറ്റു, വിറ്റപ്പോൾ ഞാൻ ക്യാരി ചെയ്യുന്ന വാല്യൂവിനെക്കാട്ടും എക്സസിലുള്ള ഒരു വാല്യൂവിനാണ് ഞാൻ വിറ്റേക്കുന്നത്. സോ ദാറ്റ് എക്സസ് എമൗണ്ട് റെപ്രസെന്റ്സ് ഗെയിൻ, നോട്ട് റവന്യൂ. ഇനി അങ്ങനെ അസറ്റ് വിറ്റ സമയത്ത് ഞാൻ ക്യാരി ചെയ്ത എമൗണ്ടിനെക്കാട്ടി കുറവാണ് എനിക്ക് കിട്ടിയ എമൗണ്ട് എന്നുണ്ടെങ്കിൽ ദർ ഇസ് എ ലോസ്. ആ ഗെയിനും ലോസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതെന്താന്നല്ല നമ്മളോട് ഇവിടെ പറയുന്നത്, അതെങ്ങനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്.
സോ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. യാ, ഗെയിൻസ് ആൻഡ് ലോസസ് ഓൺ ദി ഡിസ്പോസൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റ് ഡിസ്പോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനുള്ള ഗെയിൻസും ലോസസും എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അക്കോർഡിംഗ് ടു ASC 360-10-45-9, ഓക്കെ, ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്. ലോങ് ലിവ്ഡ് അസറ്റ് ഓർ അസറ്റ് ഡിസ്പോസൽ ഗ്രൂപ്പ്സ്. എന്താണ് ഈ അസറ്റ് ഡിസ്പോസൽ ഗ്രൂപ്പ്സ് എന്നുള്ളത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടാവും. A disposal group represents long-lived assets to be disposed of by sale or otherwise together as a group in a single transaction. If liabilities associated with those assets will be transferred in the transaction, those liabilities are also part of the disposal group. അതായത് ലോങ് ലിവ്ഡ് അസറ്റ്സ്, കുറച്ച് അസറ്റ്സിന്റെ ഗ്രൂപ്പ് ഉണ്ട്, അതിന് നമ്മളൊരു സിംഗിൾ ട്രാൻസാക്ഷനിൽ ഡിസ്പോസ് ചെയ്യാൻ തീരുമാനിക്കണം. ഡിസ്പോസ് എങ്ങനെയാ? സെയിൽ വഴിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് വഴിയിട്ടായിരിക്കാം, എങ്ങനെ വേണമെങ്കിലും ഒക്കെ ആയിക്കോട്ടെ. ബട്ട് ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ്. ആ ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ് എങ്ങനെയാ വിൽക്കാൻ, ഡിസ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ സിംഗിൾ ട്രാൻസാക്ഷൻ, ഇൻഡിവിജ്വലി അല്ല, ഒരൊറ്റക്കൊരു ട്രാൻസാക്ഷനിൽ. ചിലരുണ്ടല്ലോ കമ്പനിയുടെ ഒരു 3-4-5 അസറ്റ് ഒരുമിച്ച് മേടിക്കുന്നവര്, ഒരുമിച്ച് വിൽക്കുന്നവര്. സോ ഒരു സിംഗിൾ ട്രാൻസാക്ഷൻസിൽ നമ്മൾ കുറെ ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ്, കുറെ നമ്പർ ഓഫ് അസറ്റ്സ് ഒരുമിച്ച് ഡിസ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പോസൽ ഗ്രൂപ്പ് എന്നാ പറയുന്നുണ്ടാവുക. അസറ്റ് ഡിസ്പോസൽ ഗ്രൂപ്പ് എന്നാണ് അതിനെ പറയുന്നുണ്ടാവുക. സോ അതിന്റെ അസറ്റിന്റെയോ അല്ലെങ്കിൽ അസറ്റ് ഡിസ്പോസൽ ഗ്രൂപ്പ് മൊത്തമായിട്ടുള്ള ഗ്രൂപ്പിനെയോ എങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും? ഹെൽഡ് ഫോർ സെയിൽ. ഹെൽഡ് ഫോർ സെയിലിന്റെ ക്രൈറ്റീരിയ നമ്മൾ നേരത്തെ പഠിച്ചു. ഇത് ആക്ച്വലി നമ്മൾ പഠിച്ചതാണ്. ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് പഠിച്ചപ്പോൾ ഹെൽഡ് ഫോർ സെയിൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ക്രൈറ്റീരിയ സെയിം തന്നെ ഇവിടെ പറഞ്ഞേക്കാം, പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഇല്ല. മാനേജ്മെന്റ് കമ്മിറ്റ്സ് ടു എ പ്ലാൻ ടു സെൽ ദി അസറ്റ് ഓർ ഡിസ്പോസൽ ഗ്രൂപ്പ്. മാനേജ്മെന്റ് ഒരു പ്ലാനിന് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സോ മാനേജ്മെന്റ് പ്ലാൻസ് ടു സെൽ ദാറ്റ് അസറ്റ് ഓർ ഡിസ്പോസൽ ഗ്രൂപ്പ്. അസറ്റിനെയോ അല്ലെങ്കിൽ അസറ്റ് ഡിസ്പോസൽ ഗ്രൂപ്പിനെയോ നമ്മൾ ഹെൽഡ് ഫോർ സെയിൽ, അതായത് നമ്മൾ ഹെൽഡ് ഫോർ യൂസ് ആയിരുന്നു, ഉപയോഗിക്കാൻ വേണ്ടി ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് സെയിൽ ചെയ്യാൻ വേണ്ടി ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാറ്റഗറിയിലോട്ട് നമ്മൾ റീക്ലാസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ക്രൈറ്റീരിയാസ് മസ്റ്റ് ബി മെറ്റ്. എന്താ? മാനേജ്മെന്റ് കമ്മിറ്റ്സ് ടു എ പ്ലാൻ ടു സെൽ ദി അസറ്റ് ഓർ ഡിസ്പോസൽ ഗ്രൂപ്പ്. ആ അസറ്റ് അല്ലെങ്കിൽ ആ ഡിസ്പോസൽ ഗ്രൂപ്പിനെ സെൽ ചെയ്യാനായിട്ട് ഒരു പ്ലാനിന് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലാനിങ് ടു സെൽ. The asset or disposal group to be sold is available for immediate sale. ഇപ്പൊ വിൽക്കണോ? ഇപ്പൊ വിൽക്കാൻ അവൈലബിൾ ആണ്. ഞാൻ പ്ലാൻ ചെയ്യണമെന്ന് കരുതിയിട്ട് ഇപ്പൊ ആരെങ്കിലും എന്നെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അയച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ലൈക്ക് എല്ലാം റീസണബിൾ ആണെന്നുണ്ടെങ്കിൽ സോ അവൈലബിൾ ഫോർ സെയിൽ, ഇമ്മീഡിയറ്റ് സെയിൽ ചെയ്യാതെ അവൈലബിൾ ആയിരിക്കണം. വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ, നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മളോട് നല്ല ടേംസും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ വിൽക്കാൻ റെഡി ആയിരിക്കണം. ഇമ്മീഡിയറ്റ് സെയിലിന് അവൈലബിൾ ആയിരിക്കണം. നെക്സ്റ്റ് എന്താ? An active program to locate a buyer or buyers and other actions required to complete the plan to sell the asset or disposal group have been initiated. ഒരു ബയ്യറിനെയോ അല്ലെങ്കിൽ ബയേഴ്സിനെയോ നമ്മൾ ലൊക്കേറ്റ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു വിൽക്കാനായിട്ടുള്ള പ്ലാൻ, ആ ഒരു പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റുള്ള ആക്ഷൻസ്, ബയ്യറിനെ ലൊക്കേറ്റ് ചെയ്യുക, രജിസ്ട്രേഷൻ, അത് ഇത് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്യായിട്ടുള്ള ഒരു ആക്റ്റീവ് പ്രോഗ്രാം, അതിനൊക്കെ നമ്മൾ തുടക്കം ഇട്ടിട്ടുണ്ടായിരിക്കണം, അതിനൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. The sale is probable within 1 year unless beyond the entity's control occur. അതായത് ഒരു വർഷത്തിനുള്ളിൽ ആ സെയിൽ നടക്കാൻ വേണ്ടി സാധ്യത ഉണ്ടായിരിക്കണം. ഇനി കമ്പനിയുടെ കൺട്രോളിൽ അല്ലാത്ത ചില ഇവന്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം താണ്ടിയിട്ടൊക്കെ പോവാം. സോ വാട്ട് എവർ ഇറ്റ് മേ ബി, ഇഫ് എവറിത്തിങ് ഇസ് വിത്തിൻ ദി കൺട്രോൾ ഓഫ് ദി ഓർഗനൈസേഷൻ, ദി സെയിൽ മസ്റ്റ് ബി പ്രോബബിൾ വിത്തിൻ എ ഇയർ. ഒരു വർഷത്തിനുള്ളിൽ നടക്കണം. The asset or disposal group is being actively marketed at a reasonable price in relation to its fair value. അതിന്റെ ഒരു നമ്മൾ വിൽക്കാൻ റെഡിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട വിൽക്കുന്നുണ്ടാവുക, ഒരു ഫെയർ വാല്യൂ, റീസണബിൾ ആയിട്ടുള്ള പ്രൈസിനായിരിക്കും വിൽക്കേണ്ടത്. ഓക്കെ. Actions required to complete the plan to sell the asset or disposal group make it unlikely that the plan will be withdrawn or significantly changed. നേരത്തെ പറഞ്ഞു അസറ്റിനെ വിൽക്കാനായിട്ടുള്ള ബയറിനെ ലൊക്കേറ്റ് ചെയ്യാനുള്ള പ്ലാനും മറ്റ് ആക്ഷൻസ് ഒക്കെ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഇറ്റ് മേക്സ് അൺലൈക്ലി. ഇനീഷ്യേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും അതിനെ സ്റ്റോപ്പ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും അതിനെ വിഡ്രോ ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കരുത്. ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടുണ്ടായി, എപ്പോൾ വേണമെങ്കിൽ അവസാനിപ്പിക്കാം, എപ്പോൾ വേണ്ടത് അത് വിഡ്രോ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ആർ നോട്ട് ഹാവിംഗ് ദ ക്ലിയർ ഇന്റൻഷൻ, അല്ലെ, വിൽക്കാൻ വേണ്ടിയുള്ള ഇന്റൻഷൻ ഇല്ല, കിട്ടിയാൽ കൊള്ളാം അല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു അവസ്ഥയാണല്ലോ. സോ അത് പാടില്ല. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിന്റെ ഹെൽഡ് ഫോർ സെയിൽ ആയിട്ടുള്ള ഒരു അസറ്റ് ആയിരിക്കും എങ്ങനെ ക്ലാസിഫൈ ചെയ്യണമെന്നുള്ളതില്ലേ, അതിന് തന്നെ.
യാ. നെക്സ്റ്റ്, ഒരു അസറ്റ് നമ്മൾ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ റീവാല്യൂ ചെയ്യണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ വെൻ അസറ്റ് ഇസ് ഹെൽഡ് ഫോർ സെയിൽ അസറ്റ് എന്ത് ചെയ്യും, നമ്മൾ അതിനെ റീവാല്യൂ ചെയ്യും അതിന്റെ എത്ര, കാരണം നമുക്കറിയണമല്ലോ ഫെയർ മാർക്കറ്റ് വാല്യൂ എത്രയുണ്ട്, അല്ലെങ്കിൽ എത്ര വില കിട്ടുന്ന അറിയണമെങ്കിൽ വി ഹാവ് ടു ചെക്ക് ഫോർ ഇമ്പയർമെന്റ് ഓഫ് ദിസ് അസറ്റ് അല്ലേ. സോ this reclassified as held to sell asset, it must be measured, revalue ചെയ്യണം എത്രയെ, at the lower of its carrying amount or fair value less cost to sell. അതായത് carrying amount ഉണ്ട്, പിന്നെ fair value less cost to sell, അതായത് net realizable value, carrying value അല്ലെങ്കിൽ net realizable value, അതിന്റെ lower of which, അതിൽ ഏതാണ് കുറവ് അതിൽ നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യണം. സോ ഇപ്പൊ carrying value കൂടി നിൽക്കുകയാണ്. So carrying value is higher, net NRV is lower, so we have to write down to NRV അല്ലേ. carrying value കുറവാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വേറെ ചേഞ്ച് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. അപ്പൊ carrying value കൂടുതൽ, carrying value ഒരു 100,000ഉം NRV ഒരു 70,000ഉം ആണെന്നുണ്ടെങ്കിൽ ലോവർ ഏതാ, NRV. So what we have to do, we have to write down the carrying value to this fair value less cost to sell. അപ്പൊ നമ്മൾ ആ റൈറ്റ് ഡൗണിനെ നമ്മളൊരു ഇമ്പയർമെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും, ഇമ്പയർമെന്റ് ലോസ് ആയിട്ട് നമ്മളതിനെ കണക്കാക്കും. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ദിസ് ഈസ് വൺ ഓഫ് ടോപ്പിക്, ഇഫ് റൈറ്റ് ഡൗൺ ഈസ് നെസസറി അതിനെ നമ്മൾ ഇമ്പയർമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി ലോങ് ലീവ്ഡ് അസറ്റ് അല്ലെങ്കിൽ ഡിസ്പോസലിലോട്ട് മാറ്റിവെച്ച അസറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ ഡിപ്രീഷിയേറ്റ് ചെയ്യില്ല. സോ ഇപ്പൊ നമ്മുടെ അസറ്റ് ഉണ്ട്, ലോങ് ലീവ്ഡ് വിൽക്കാൻ വേണ്ടി ഉദ്ദേശിച്ച അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യില്ല. ക്ലിയർ? അത് മനസ്സിലായോ? ഓക്കെ, നമ്മളിപ്പോ ഒരു വർഷം മുമ്പ് ഹെൽഡ് ഫോർ സെയിൽ ആയിട്ട് മാറ്റി, നമ്മൾ അതിനെ റീവാല്യൂ ചെയ്തു, ക്യാരിങ് വാല്യൂ ടു ഫെയർ വാല്യൂ ചെയ്തു, ഇമ്പയർമെന്റ് ലോസ് ഉണ്ടെങ്കിൽ ചെയ്തു, ഒക്കെ ചെയ്ത് വെച്ചു. ഇനി കുറച്ച് ടൈം പീരീഡ് എടുക്കുമല്ലോ അത് വിൽക്കാൻ വേണ്ടിയിട്ട്. ആ ടൈം പീരീഡിന്റെ ഇടയിൽ ഈ ഫെയർ വാല്യൂ കൂടി എന്ന് വിചാരിക്കും. നേരത്തെ 100,000 നമ്മൾ 70,000 ആയപ്പോൾ നമ്മൾ അതിനെ റൈറ്റ് ഡൗൺ ചെയ്ത് 70,000 എത്തി. പക്ഷേ ഞാൻ ആ ഒരു വിൽക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കണതിന്റെ ഇടയിൽ ഫെയർ വാല്യൂ കൂടി, 70,000 എന്നുള്ളത് ഒരു 80,000 ആയിട്ട് കൂടി എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഐ ഹാവ് ടു ഡു, ഐ ഹാവ് ടു റിപ്പോർട്ട് എ ഗെയിൻ ആയിട്ട് നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യണം. മനസ്സിലായോ? ഐ ഷുഡ് ബി റെക്കോർഡിങ് എ ഗെയിൻ. ഓക്കെ, എത്ര വരെ ഗെയിൻ പോകാം? ഇപ്പൊ നേരത്തെ 100,000ന്റെ 70,000 ആക്കിയപ്പോ ഞാൻ എത്ര ലോസ് റെക്കഗ്നൈസ് ചെയ്തു, ഇമ്പയർമെന്റ് ലോസ് ആയിട്ട് 30,000 റെക്കഗ്നൈസ് ചെയ്തു. ഇനി ആ ഒരു ഫെയർ വാല്യൂ കൂടിയെന്നുണ്ടെങ്കിൽ എനിക്ക് ഗെയിൻ റെക്കഗ്നൈസ് ചെയ്യണം. ഗെയിൻ എത്ര മാത്രമേ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ മുന്നേ എത്ര ലോസ് റെക്കഗ്നൈസ് ചെയ്തോ, 30,000 അല്ലേ ലോസ് റെക്കഗ്നൈസ് ചെയ്ത്, അത്ര വരെ മാത്രമേ ഗെയിൻ എനിക്ക് ചേർക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 100,000 ക്യാരിങ് വാല്യൂ ഉണ്ടായിരുന്നത് നമ്മൾ നോക്കിയപ്പോൾ 70,000 ആയിരുന്നു. ഞാനപ്പോൾ 30,000 ലോസ് റെക്കഗ്നൈസ് ചെയ്തു, 70,000 അതിന്റെ വാല്യൂ ആക്കി. ഇനി ഞാനത് വിൽക്കണതിന് മുന്നേ സമയത്ത് ഒന്നും കൂടെ ചെക്ക് ചെയ്തപ്പോൾ അതിന്റെ വാല്യൂ ഒരു 110,000 ആയിരുന്നു വിചാരിക്കും. 110,000. ഹൗ മച്ച് ഗെയിൻ? 40,000 എനിക്ക് ഗെയിൻ ഉണ്ട്. പക്ഷെ എനിക്ക് ആ 40,000 ഫുള്ളി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഞാൻ എത്ര മുന്നേ ലോസ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളൂ? 30,000 വരെ. സോ ഐ കുഡ് ഓൺലി റെക്കഗ്നൈസ് ദ ഗെയിൻ till up to the extent of the loss which I have previously recognized. അല്ലാന്ന് പറയുകയാണെങ്കിൽ മുന്നെത്ര ക്യാരിങ് വാല്യൂ ഉണ്ടോ അത്ര മാത്രമേ നമ്മൾ അസറ്റിന്റെ വാല്യൂ റൈറ്റ് അപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ക്യാരിങ് വാല്യൂനെക്കാട്ടും കൂട്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. ക്ലിയർ? ക്ലിയർ ആണോ? യെസ്. ഇനി അടുത്തത്, നമ്മളിപ്പോ ഈ അസറ്റ് ഉണ്ടല്ലോ, നമ്മൾ വിറ്റിട്ടില്ല, പക്ഷെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ് മസ്റ്റ് ബി പ്രസന്റഡ് ഓൺ ദ ബാലൻസ് ഷീറ്റ് ആസ് വാട്ട്? ഹെൽഡ് ഫോർ സെയിൽ. ഹെൽഡ് ഫോർ സെയിൽ ആയിട്ട് നമ്മൾ അതിനെ കാണിക്കണം. ഇപ്പോൾ അസറ്റുമായിട്ട് റിലേറ്റഡ് കുറച്ച് ലയബിലിറ്റി ഉണ്ടെന്ന് വിചാരിക്കും. അസറ്റിന് എന്തെങ്കിലും ചാർജ് ഉണ്ട്, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന് എന്തെങ്കിലും മോർഗേജോ മറ്റ് ലയബിലിറ്റീസ് ഒക്കെ അതിനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലയബിലിറ്റീസ് നമ്മൾ ഹെൽഡ് ഫോർ സെയിൽ ലയബിലിറ്റീസ് ആയിട്ടും ബാലൻസ് ഷീറ്റിൽ റിഫ്ലക്ട് ചെയ്യണം. സപ്പോസ് ഞാൻ എൻ്റെ ഒരു മെഷീനറി വിൽക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു, പക്ഷെ ആ മെഷീനറി ഞാൻ മോർഗേജ് ചെയ്തിട്ടൊരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഐ ഹാവ് എ ലയബിലിറ്റി അസോസിയേറ്റഡ് വിത്ത് ദസ് മെഷീനറി. സോ അപ്പം മെഷീനറി വിൽക്കുന്നുണ്ടെങ്കിൽ ആ മെഷീനറിയുമായിട്ട് റിലേറ്റഡ് ഉള്ള ലയബിലിറ്റിയാണ് എനിക്ക് ആ ലോണ്. അപ്പം ഞാൻ ആ ലയബിലിറ്റീസ് ഹെൽഡ് ഫോർ സെയിൽ ആയിട്ട് ഞാൻ അതിനെ ക്ലാസിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. നെറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അസറ്റിൽ
നമ്മൾ സെപ്പറേറ്റ് ആക്കണം. അസറ്റിന് ഹെൽഡ് ഫോർ സെയിൽ ആയിട്ടും ലയബിലിറ്റീസിന് ഹെൽഡ് ഫോർ സെയിൽ ആയിട്ടും സെപ്പറേറ്റ്ലി നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ഇനി വിൽക്കണ സമയത്ത് അഗെയിൻ റെക്കഗ്നൈസ് ചെയ്യാം. ഞാനിപ്പോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാല്യൂ ഉണ്ടല്ലോ, ഇപ്പോ ഞാൻ ഇമ്പയർമെന്റ് മറ്റ് ഫെയർ വാല്യൂ ചേഞ്ചസ് ഒക്കെ എഴുതിയിട്ട് ഇപ്പൊ എന്റെ അസറ്റിന്റെ വാല്യൂ ഒരു 80,000 തന്നെയാണെന്ന് കരുതുക. ഞാൻ അസറ്റ് വിറ്റേക്കുന്നത് ഒരു എത്ര വാല്യൂനായിക്കോട്ടെ, 90,000 ആയിക്കോട്ടെ, 100,000 ആയിക്കോട്ടെ, 110,000 ആയിക്കോട്ടെ, 200,000 ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, ആ വിൽക്കണ സമയത്ത് എത്രമാത്രം ഗെയിൻ വന്നോ അത് ഫുള്ളി നമ്മൾക്ക് റെക്കഗ്നൈസ് ചെയ്യാം. അതിന് എക്സ്റ്റെൻഡ് അത്ര വരെ എന്നുള്ളൊരു റെക്കഗ്നൈസ് ഒന്നുമില്ല. അറ്റ് ദ ടൈം ഓഫ് സെയിൽ യു കുഡ് റെക്കഗ്നൈസ് ദി എൻറ്റയർ ഗെയിൻ അല്ലെങ്കിൽ എൻറ്റയർ ലോസ് നമ്മൾക്ക് റെക്കഗ്നൈസ് ചെയ്യാം. അതിൽ ഇത്ര എക്സ്റ്റെൻഡ് എന്നൊന്നുമില്ല. ഈ എക്സ്റ്റെൻഡും ലിമിറ്റേഷൻസും പറയുന്നത് നമ്മൾ എന്താ ഇമ്പയർമെന്റ് വരുമ്പോൾ അല്ലെങ്കിൽ റീവാലുവേഷന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക് ആ ലിമിറ്റും എക്സ്റ്റെൻഡും ഒക്കെ വരുന്നുള്ളൂ. സെയിൽ നടക്കുന്ന സമയത്ത് കിട്ടുന്ന ഗെയിൻ ആണ് അല്ലെങ്കിൽ ലോസ് ആണെന്നുണ്ടെങ്കിൽ അത് എത്രയായാലും നമ്മൾക്ക് അതിനെ റെക്കഗ്നൈസ് ചെയ്യാം. ഈ കോസ്റ്റ് സെൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? സെൽ എനിക്ക് കുറച്ച് കോസ്റ്റ് ഉണ്ടായിരിക്കും. മെഷീനറി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു ലാൻഡൊക്കെയാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ ലീഗൽ ഫീസ്, രജിസ്ട്രേഷൻ ഫീസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, ആ ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രോക്കർക്ക് ഉണ്ടെങ്കിൽ ബ്രോക്കർക്ക് കമ്മീഷൻ കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ സെല്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് ആണ്. സെല്ല് ചെയ്യുന്നത് കൊണ്ട് മാത്രം നമ്മൾക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് ആണ്. സോ അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കോസ്റ്റ് സെല്ലായിട്ട് നമ്മൾ ഫെയർ വാല്യൂ കുറച്ചിട്ട് നെറ്റ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യണം. ദാറ്റ്സ് കോസ്റ്റ് ടു സെൽ. ഓക്കെ, ഇനിയെന്താ കൂടെ പറഞ്ഞിട്ട് ഞാൻ അതിന്റെ മറ്റു കാര്യങ്ങളിലോട്ട് പോകാം. ഓക്കെ, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്മൾക്ക് നോക്കാദ്യം. ഇൻകം ലോസ് ഓൺ ദി ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ളത്. സോ ഇങ്ങനെ ഹെൽഡ് ഫോർ സെയിൽ ആയിട്ട് വെച്ചതിന് നമ്മളൊരു ലൈൻ ഐറ്റം പറഞ്ഞു, ഡിസ്കണ്ടിന്യൂഡ് കമ്പോണന്റ് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ അല്ലേ. നമ്മൾ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ് പഠിച്ചപ്പോൾ സെയിൽസ് ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഗ്രോസ് പ്രോഫിറ്റ് ലെസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് യു വിൽ ബി ഗെറ്റിംഗ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഫ്രം ദാറ്റ് നോൺ ഓപ്പറേറ്റിംഗ് ഗെയിൻസും ലോസസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഇൻകം അഡ്ജസ്റ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് വാട്ട്? ഇൻകം ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ ബിഫോർ ടാക്സ്. അതിൽ നിന്ന് ടാക്സ് എക്സ്പെൻസ് കുറയ്ക്കുക. സോ വിൽ ഗെറ്റ് ഇൻകം ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്. അതിൽ നിന്ന് നമ്മൾ ഈ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിന്റെ ഗെയിൻ ഓൺ സെയിൽ ഓഫ് അല്ലെങ്കിൽ ഓപ്പറേഷൻ ഓഫ് ദിസ് ഡിസ്കണ്ടിന്യൂഡ് കമ്പോണന്റ്, പിന്നെ എന്താ ഗെയിൻ ഇൻകം ടാക്സ് ലോസ് ഓർ ഇൻകം ടാക്സ് ബെനിഫിറ്റ് ഓൺ ഡിസ്പോസൽ, അതും നമ്മൾ ചെയ്യുക. വിൽ ഗെറ്റ് വാട്ട്? നെറ്റ് ഇൻകം. ഇതല്ലേ നമ്മുടെ. സോ വെൻ എൻ അസറ്റ് ഓർ അസറ്റ് ഗ്രൂപ്പ് ഇസ് ഹെൽഡ് ഫോർ സെയിൽ, അതിനെ നമ്മൾ ഡിസ്കണ്ടിന്യൂഡ് കമ്പോണന്റിന്റെ ഭാഗമായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഒരു പ്രസന്റേഷന്റെ ഇൻകം സ്റ്റേറ്റ്മെന്റ് എക്സ്ട്രാക്ട് നോക്കിയേ. ഇൻകം ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ, gain or loss from operations of discontinued component including gain or loss on disposal. ഓപ്പറേഷൻസിന്റെയും ഡിസ്പോസലിന്റെയും ഗെയിനും ലോസും നമ്മൾ അവിടെ കാണിക്കുക. ഗെയിൻ ആണെങ്കിൽ ആഡ് ചെയ്യുക, ലോസ് ആണെങ്കിൽ ഡിഡക്ട് ചെയ്യാം. നെക്സ്റ്റ് വേർഡ് ഇൻകം ടാക്സ് ബെനിഫിറ്റ് ഓർ ഇൻകം ടാക്സ് എക്സ്പെൻസ് ഓൺ ഡിസ്കണ്ടിന്യൂഡ് കമ്പോണന്റ്. ആണ് വിൽക്കുന്നതെങ്കിൽ നമുക്ക് ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും. ഓൺ ഗെയിൻ, ക്യാപിറ്റൽ ഗെയിൻ ആണ്, നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. ഇനി ഇൻകം ടാക്സ് എക്സ്പെൻസ് എപ്പോഴാണ് വരുന്നുണ്ടാവുക? ഇൻകം ടാക്സ് ബെനിഫിറ്റ് എപ്പോഴാണ് വരുന്നുണ്ടാവുക? ഇനി ലോസിനെ നമ്മൾ വിറ്റു എന്ന് വിചാരിക്കുക. വെൻ ഇറ്റ് ഇസ് സോൾഡ് ഓൺ ലോസിനാണ് വിറ്റതെങ്കിൽ നമ്മൾക്ക് എന്താ ഇൻകം ടാക്സ്, നമുക്ക് ആ ലോസ് നമുക്ക് കുറച്ചിട്ട് ടാക്സ് കൊടുത്താൽ മതിയല്ലോ. സോ ദേ വിൽ ഹാവിംഗ് ഇൻകം ടാക്സ് ബെനിഫിറ്റ്. സോ ദേ വിൽ ഗെറ്റ് നെറ്റ് ഇൻകം. അതായത് ഈ ഡിസ്കണ്ടിന്യൂഡ് കമ്പോണന്റുമായിട്ട് റിലേറ്റഡ് എല്ലാ കോസ്റ്റും, ഓപ്പറേഷൻസിന്റെ കോസ്റ്റ് ആയിക്കോട്ടെ, ഡിസ്പോസലിന്റെ കോസ്റ്റ് ആയിക്കോട്ടെ, ഇൻകം ടാക്സ് ബെനിഫിറ്റ് ലോസ് എന്തും ആയിക്കോട്ടെ, ഡിസ്കണ്ടിന്യൂഡ് കമ്പോണന്റ് എല്ലാവിധ ഗെയിൻസും ലോസസും ടാക്സ് എഫക്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇൻകം ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യരുത്. അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. യാ, സോ ഈ ഒരു എൻട്രി നമ്മുടെ ആ ഒരു ഇതിന്റെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അപ്പൊ ആ സമയത്ത് നമ്മൾക്ക് അതങ്ങോട്ട് നോക്കാം. കൺഫ്യൂസ്ഡ് ആവണ്ട.
Okay. Involuntary disposal. Involuntary disposal means വോളണ്ടറി എന്താ? നമ്മൾ സ്വയമേവ അല്ലേ, ഞാൻ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യം. ഇൻവോളണ്ടറി മീൻസ് നോട്ട് വോളണ്ടറി, എനിക്ക് മനഃപൂർവ്വമല്ല, എൻ്റെ ഇന്റൻഷൻ ഒന്നുമില്ല, അത് സംഭവിക്കുന്ന കാര്യം. An involuntary disposal or an involuntary conversion occurs when an asset is stolen or otherwise destroyed, condemned or seized by the government for a public purpose. ആയിക്കോട്ടെ. ഇൻവോളണ്ടറി ഡിസ്പോസൽ എപ്പോഴാ? ഇപ്പൊ ഹെൽഡ് ഫോർ സെയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ തന്നെ അതിന്റെ എഫേർട്ട് എടുക്കുന്നു, ഡിസ്പോസ് ചെയ്യാനുള്ള എല്ലാ എഫേർട്ടും ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതാ. ഇൻവോളണ്ടറി മീൻസ് ദർ ഈസ് നോ, എന്റെ ഭാഗത്തുനിന്ന് യാതൊരു ആക്ഷനൊന്നും ഇല്ല. അസറ്റ് കട്ടുപോവാ, സ്റ്റോളൻ ആവാ, തെഫ്റ്റ് ആവാ, അല്ലെങ്കിൽ ഡിസ്ട്രോയിഡ്, വേറെ എന്തെങ്കിലും കാരണം വന്ന് നാച്ചുറൽ ഹസാർഡ് വന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഒക്കെ വന്നിട്ട് അസറ്റ് ഡിസ്ട്രോയ്ഡ് ആയി പോവാ, കണ്ടംപ്റ്റ് ആയി പോവാ, സീസ് ചെയ്യുക ഗവൺമെന്റ്. പബ്ലിക് പർപ്പസിന് വേണ്ടി എന്തെങ്കിലും അസറ്റ് ഒക്കെ ഗവൺമെന്റ് സീസ് ചെയ്യുന്നുണ്ടാവില്ലേ? ചില ബിൽഡിംഗ്സ് ഉണ്ടാവും. ഇപ്പോ ചില ബിൽഡിങ്സ് ഒക്കെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് സീസ് ദ ബിൽഡിംഗ്. എന്തെങ്കിലും പർപ്പസിന് വേണ്ടി ഗവൺമെന്റ് നമ്മൾക്ക് കോമ്പൻസേഷൻ ഒക്കെ തന്നിട്ട് ബിൽഡിംഗ് സീസ് ചെയ്യുന്നുണ്ടാവാം. സോ അതൊക്കെ ഇൻവോളണ്ടറി ഡിസ്പോസൽ അല്ലെങ്കിൽ ഇൻവോളണ്ടറി കൺവേർഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ദ കണ്ടംനേഷൻ സെറ്റിൽമെന്റ് ഓർ ഇൻഷുറൻസ് സെറ്റിൽമെന്റ് ഇഫ് എനി കോൺസ്റ്റിറ്റ്യൂട്ട് ദ പ്രൊസീഡ്സ് റിസീവ്ഡ് ഫോർ ദി അസറ്റ് ജസ്റ്റ് ആസ് ഇഫ് ദ അസറ്റ് ഹാഡ് ബീൻ സോൾഡ്. ഇപ്പൊ സ്റ്റോളൻ ആണെങ്കിൽ നമുക്കൊന്നും കിട്ടില്ലല്ലോ. ഓക്കെ. ഡിസ്ട്രോയിഡ് ആണെങ്കിൽ കട്ടുകൊണ്ട് പോയാൽ നമുക്കൊന്നും കിട്ടില്ല. ചിലപ്പോൾ ഇൻഷുറൻസ് ഉള്ള സാധനം അസറ്റ്, ചില അസറ്റിന് തെഫ്റ്റിനെതിരൊക്കെ നമുക്ക് ഇൻഷുറൻസ് എടുക്കണ്ടായിരിക്കും. സോ ഇപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് നമുക്ക് കിട്ടും. ഡിസ്ട്രോയിഡ് ആണെങ്കിൽ ചിലപ്പോൾ ഇൻഷുറൻസ് കിട്ടും. അങ്ങനെ ഗവൺമെന്റ് സീസ് ചെയ്യുക, കണ്ടം ചെയ്യുന്ന ഒരു അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇനി കണ്ടംനേഷൻ സെറ്റിൽമെന്റ് കിട്ടും. ഗവൺമെന്റ് ഒരു കുറച്ച് എമൗണ്ട് നമ്മൾക്ക് കോമ്പൻസേഷൻ ആയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യും. സോ കണ്ടംനേഷൻ സെറ്റിൽമെന്റ് കിട്ടുന്നത് അല്ലെങ്കിൽ ഇൻഷുറൻസ് സെറ്റിൽമെന്റ് നമുക്ക് കിട്ടുന്നത് എന്താണ്? നമ്മുടെ ഒരു അസറ്റ് വിറ്റിട്ട് കിട്ടുന്ന ഒരു പ്രൊസീഡ്സ് പോലെ നമ്മൾ അതിന് ട്രീറ്റ് ചെയ്യുന്നു മാത്രം. അസറ്റ് വിറ്റ് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നില്ല, ബട്ട് ഇറ്റ്സ് നോട്ട് നമ്മുടെ ഇന്റൻഷൻ കൊണ്ടൊന്നിട്ടല്ല സംഭവിക്കുന്നത്. സോ ദാറ്റ് കണ്ടംനേഷൻ സെറ്റിൽമെന്റ് യു റിസീവ് ഫ്രം ദ ഗവൺമെന്റ് ഓർ ദ ഇൻഷുറൻസ് സെറ്റിൽമെന്റ് ദാറ്റ് യു റിസീവ് ഇൻഷുറൻസ് കമ്പനി റെപ്രസെന്റ്സ് ദ പ്രൊസീഡ്സ് റിസീവ്ഡ് ഫ്രം ദി അസറ്റ്. ആ ഒരു അസറ്റിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്യുന്ന പ്രൊസീഡ്സ് ആയിട്ട് കണക്കാക്കും. ഒരു സെയിൽ നടന്നപ്പോൾ കിട്ടിയത് പോലെ നമ്മൾ പോലെ കണക്കാക്കും. സോ ഇഫ് ദ കണ്ടംനേഷൻ, നമുക്ക് കിട്ടുന്ന കണ്ടംനേഷൻ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രൊസീഡ്സ് അതിന്റെ ക്യാരിങ് വാല്യൂവിനെക്കാട്ടിയും കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗെയിൻ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യും. യൂഷ്വലി ആവില്ല. ക്യാരിങ് വാല്യൂവിനെക്കാട്ടിയും കുറവാണെങ്കിൽ നമ്മൾ ലോസ് ആയിട്ട് അതിനെ റെക്കഗ്നൈസ് ചെയ്യും. സെയിം ലൈക്ക് ദാറ്റ് ഓഫ് എ സെയിൽ ട്രാൻസാക്ഷൻ. ഇങ്ങനെ ഈ ഫണ്ട് എന്ത് ചെയ്യും? ഇങ്ങനെ കിട്ടുന്ന ഈ കണ്ടംനേഷൻ സെറ്റിൽമെന്റോ അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രൊസീഡ്സോ വെച്ചിട്ട് നമ്മളൊരു വേറെ അസറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സോ മീൻസ് യൂഷ്വലി അങ്ങനെയാണല്ലോ. അപ്പോൾ ഇൻഷുറൻസ് ഞാൻ യൂസ് ചെയ്തത് മെഷീനറി ഞാൻ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല. ബിക്കോസ് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ആക്ച്വലി യൂസ് ഉണ്ട്. അസറ്റ് ഡിസ്ട്രോയ്ഡ് ആയി പോയി, സ്റ്റോളൻ ആയി പോയി, ഗവൺമെന്റ് സീസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഐ ഹാവ് ടു കണ്ടിന്യൂ മൈ ഓപ്പറേഷൻ അല്ലേ? അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എനിക്ക് അസറ്റ് മേടിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഈ കണ്ടംനേഷൻ സെറ്റിൽമെന്റ് കിട്ടുന്ന എമൗണ്ട് ആയിക്കോട്ടെ, ഇൻഷുറൻസിന്റെ സെറ്റിൽമെന്റ് ആയിട്ട് കിട്ടുന്ന എമൗണ്ട് ആയിക്കോട്ടെ, ഐ വിൽ ബി യൂസിങ് ദാറ്റ് എമൗണ്ട് ടു പർച്ചേസ് ആൻഡ് റീപ്ലേസ്മെന്റ് അസറ്റ്. യെസ്, I have to continue my operation. I'm not discontinuing my operation. So I have to continue. So I will be using that proceeds to purchase another asset. So gain loss ആയിട്ട് അതിന് യാതൊരു ഇമ്പാക്റ്റും ഇല്ല. ഓക്കെ. എൻറ്റർ ഗെയിൻ, ഏത് ഗെയിൻ ആണോ ലോസ് ആണോ ആ കണ്ടംനേഷൻ വഴിയോ എന്ത് വഴിയോ വരുന്ന ഗെയിൻ അല്ലെങ്കിൽ ലോസ് ഫുൾ ആയിട്ട് നമ്മൾ ആ പീരീഡിൽ തന്നെ റെക്കഗ്നൈസ് ചെയ്യും. സോ വോളണ്ടറി ഡിസ്പോസലിന് നമ്മൾ എന്താണോ എൻട്രി ഇടുന്നത് ആ സെയിം എൻട്രി തന്നെ ഇവിടെ വരും. അസറ്റ് നമ്മൾ വിൽക്കണതായിട്ട് കാണിക്കും, അസറ്റ് നമ്മൾ റെഡ്യൂസ് ചെയ്യും. കണ്ടംനേഷൻ സെറ്റിൽമെന്റ് ക്യാഷ് ആയിട്ട് നമ്മൾ അതിനെ കാണിക്കും. ഗെയിൻ ഓൺ സെയിൽ ഓഫ് അസറ്റ്, ഗെയിൻ ഓൺ സെയിൽ അല്ലെങ്കിൽ ഗെയിൻ ഓൺ ദിസ് അസറ്റ് എന്നും പറഞ്ഞിട്ട് നമ്മൾ അതിനെ കാണിക്കും. ദാറ്റ്സ് ഇറ്റ്. ദ എൻട്രി ഈസ് ദ സെയിം. ഇറ്റ് ഈസ് എ ലോസ്. വാട്ട് വുഡ് ബി ദി എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു, or cash or accounts payable or whatever it may be, debit to loss on sale of this asset to asset അങ്ങനെ കാണിക്കും. മറ്റൊന്നാണെങ്കിലോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റ് അക്കൗണ്ട് ടു ഗെയിൻ ഓൺ സെയിൽ ഓഫ് ദിസ് അസറ്റ് എന്നും പറഞ്ഞിട്ട് നമ്മൾ കാണിക്കും. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ്, the entire gain or loss is recognized in the, okay,
കോസ്റ്റ് ഓഫ് ക്ലീൻ അപ്പ് ഇനി ഒരു അസറ്റ് ആണ്. അസറ്റ് നമ്മളിപ്പോൾ റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അസറ്റ് വിൽക്കണം എന്നുണ്ടെങ്കിൽ സപ്പോസ് ദി അസറ്റ് മസ്റ്റ് ബി റിമൂവ്ഡ്. ഇപ്പോൾ ഒരു വലിയൊരു പ്ലാന്റ് ആണ്, ഒരു മെഷീനറി ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ ആ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മെഷീനറി നമ്മൾ ആ ഇൻസ്റ്റാൾ ചെയ്ത ഫെസിലിറ്റിയിൽ നിന്ന് അതിനെ റിമൂവ് ചെയ്തിട്ടൊക്കെ എടുത്ത് മാറ്റേണ്ടൊക്കെ വരും. അങ്ങനത്തെ ഒരു കേസ് ആണെങ്കിൽ ദ കോസ്റ്റ് ഓഫ് ക്ലീൻ അപ്പ് ആൻഡ് റിമൂവൽ ഓഫ് ദി അസറ്റ് റിമൂവ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു വലിയൊരു ഫൗണ്ടേഷനൊക്കെ പണിതിട്ട് അത് നമ്മൾ മെഷീൻ വെച്ചിട്ടുള്ളതാണെങ്കിൽ അതൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടായിരിക്കണം മെഷീൻ പുറത്തെടുക്കണ്ടാവുക. സോ ആ ഒരു കോസ്റ്റ് ഓഫ് റിമൂവൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്ലീൻ അപ്പ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ആ മെഷീന്റെ ബുക്ക് വാല്യൂ ആയിട്ട് നമ്മളതിനെ കൺസിഡർ ചെയ്തിട്ട് അതും കൂടെ കുറച്ചിട്ടായിരിക്കും നമ്മൾ ഗെയിൻ അല്ലെങ്കിൽ ലോസ് ആയിട്ട് കണക്കാക്കുന്നുണ്ടാവാം. സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അസറ്റിന്റെ വാല്യൂ ഒരു 100,000, അതിനെ കോസ്റ്റ് ഓഫ് ക്ലീൻ അപ്പ് അല്ലെങ്കിൽ റിമൂവൽ കോസ്റ്റ് ഒരു 5,000 കോസ്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. സോ ദിസ് ഈസ് മൈ ക്യാരിങ് വാല്യൂ ആട്ടത്. അസറ്റ് ഞാൻ സെല് ചെയ്യുന്നത് സെല്ലിംഗ് പ്രൈസസ് 140,000. സോ വാട്ട് വുഡ് ബി മൈ ഗെയിൻ? എന്തായിരിക്കും എൻ്റെ ഗെയിൻ? സെല്ലിംഗ് പ്രൈസ് 140,000-ൽ നിന്ന് ഐ ഹാവ് ടു ഡിഡക്ട് ദ ക്യാരിങ് വാല്യൂ. എത്രയാ? 100,000 പ്ലസ് ഈ 5,000 ഞാൻ അതിന്റെ കൂട്ടത്തിൽ അങ്ങോട്ട് കൂട്ടും. സോ 140,000 മൈനസ് 105,000 എത്ര വരും? വാട്ട് വുഡ് ബി മൈ ഗെയിൻ? 35,000. ക്ലിയർ? അല്ലാന്നുണ്ടെങ്കിൽ വേറെ രൂപത്തിൽ എന്ത് ചെയ്യും? 100,000 ക്യാരിങ് വാല്യൂ ഉള്ള അസറ്റ് അല്ലേ, അതിന് ഞാൻ 140,000 വിളിക്കുമ്പോൾ വാട്ട് ഇസ് മൈ ഗെയിൻ? 40,000 ഉണ്ട്, പക്ഷെ 5,000 ഞാൻ ഇൻകർ ചെയ്തിട്ടുണ്ട്. മൈ ടോട്ടൽ ഗെയിൻ വിൽ ബി 35,000. ഇങ്ങനെയും വരും. ക്ലിയർ? യെസ്. സോ എന്താ കോംപ്രഹെൻസീവ് ഇൻകം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ദ ചേഞ്ച് ഇൻ ഇക്വിറ്റി ഓഫ് എൻ അസറ്റ്. അതായത് കോംപ്രഹെൻസീവ് ഇൻകം എന്താ? അത് ചേഞ്ച് ഇൻ ഇക്വിറ്റി, ഓണേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ലാത്ത മറ്റെല്ലാ ട്രാൻസാക്ഷൻസിൽ നിന്ന് നമ്മുടെ ഇക്വിറ്റിയിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട്, അതിനെയാണ് കോംപ്രഹെൻസീവ് ഇൻകം. സോ ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ട്രാൻസാക്ഷൻ വിത്ത് ദി ഓണർ. നോൺ ഓണർ സോഴ്സസിൽ നിന്ന് വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസിന്റെയും ഇവന്റ്സിന്റെയും ഒരു കംപ്ലീറ്റ് ഇഫക്റ്റ് ഇൻക്ലൂഡ് ആവുന്നുണ്ട് കോംപ്രഹെൻസീവ് ഇൻകം. സോ നെറ്റ് ഇൻകം ഉണ്ടായിരിക്കും. നെറ്റ് ഇൻകത്തിന്റെ കൂടെ അതർ കോംപ്രഹെൻസീവ് ഐറ്റംസ് വുഡ് ബി ദ. അതർ കോംപ്രഹെൻസീവ് ഐറ്റം എന്താ നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്തിട്ട് വാട്ട് വിൽ യു ഗെറ്റ്? വി വിൽ ബി ഗെറ്റിംഗ് ദ കോംപ്രഹെൻസീവ് ഇൻകം. സോ നെറ്റ് ഇൻകം പ്ലസ് അതർ കോംപ്രഹെൻസീവ് ഇൻകം, വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ് ഈസ് ദ കോംപ്രഹെൻസീവ് ഇൻകം. ചേഞ്ച് ഇൻ അക്യുമുലേറ്റഡ് അതർ കോംപ്രഹെൻസീവ് ഇൻകം. സോ അതർ കോംപ്രഹെൻസീവ് ഇൻകം എവിടെയാ പോകുന്നുണ്ടാവുക? ദാറ്റ് വിൽ ഫ്ലോ ടു ദി അക്യുമുലേറ്റഡ് അതർ കോംപ്രഹെൻസീവ് ഇൻകം സെക്ഷൻ ഇൻ ദ ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ അക്യുമുലേറ്റഡ് അതർ കോംപ്രഹെൻസീവ് ഇൻകം സെക്ഷനിലായിരിക്കും അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക. സോ ആ ചേഞ്ച് നമ്മൾ എടുക്കേണ്ടി വരും. ഓക്കെ. ഇപ്പോൾ ഒരു വർഷത്തെ ഇപ്പോൾ പ്രീവിയസ്ലി എനിക്കൊരു അക്യുമുലേറ്റഡ് അതർ കോംപ്രഹെൻസീവ് ഇൻകം സെക്ഷൻ സെക്ഷനിലുണ്ട്. ഈ വർഷം ഒരു എമൗണ്ട് ഉണ്ട്. സോ ഓപ്പണിംഗ് ബാലൻസും എൻഡിങ് ബാലൻസും നമ്മൾ കമ്പയർ ചെയ്യും. സോ എൻഡിങ് ബാലൻസ് കൂടിയിട്ടുണ്ടെങ്കിൽ ഈ വർഷം കൂടുതൽ ഇൻകം ഉണ്ടായിട്ടുണ്ട്, അക്യുമുലേറ്റഡ് അതർ കോംപ്രഹെൻസീവ് ഇൻകം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നെറ്റ് ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യും. ഇനി ഓപ്പണിംഗ് ബാലൻസും എൻഡിങ് ബാലൻസും നോക്കുമ്പോൾ എൻഡിങ് ബാലൻസ് കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ അക്യുമുലേറ്റഡ് അതർ കോംപ്രഹെൻസീവ് ലോസസ് ആണ് ഉണ്ടായിട്ടുള്ളത്. സോ അതിന് നമ്മൾ എന്ത് ചെയ്യും? നെറ്റ് കുറയ്ക്കും, നെറ്റ് ഇൻകത്തിൽ നിന്ന് കുറയ്ക്കും. ദാറ്റ് വുഡ് ബി ദ കോംപ്രഹെൻസീവ് ഇൻകം. ക്ലിയർ ആയോ? ഇത്രേ ഉള്ളൂ നമ്മുടെ ഇൻകം മെഷർമെന്റിലുള്ളത്. ഇനിയുള്ളത് എന്താ? നമ്മുടെ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് ഉണ്ട്. ദാറ്റ് വിൽ ബി ഡെൽറ്റ് ടുമോറോ. ആഫ്റ്റർ ദാറ്റ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. ക്വസ്റ്റ്യൻസ് നമ്മൾ നാളെ ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആയോ? ക്ലിയർ? Okay, is there any doubts?
ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. So can we stop the class right now? Can we wind up today's class? Okay, so let's wind up our today's class. So to see you tomorrow in the next class. So tomorrow we will be taking the integrated reporting. So all the best. Okay, thank you.